89.6 FM സർഗക്ഷേത്ര SK Hotspot. സർഗക്ഷേത്ര 89.6 FM ഇന്ന് SK ഹോട്ട്സ്പോട്ടിൽ നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് നമുക്ക് ഒരുപാട് പ്രിയപ്പെട്ട ഒരു അടിപൊളി ആക്ടറാണ് കേട്ടോ. അല്ലെങ്കിൽ യുണീക്ക് ഹ്യൂമർ കൊണ്ടും ടൈമിംഗ് കൊണ്ടും ഒരുപാട് നമുക്ക് ഫേമസ് ആയിട്ടുള്ള ഒരു കോഴിക്കോട്ടുകാരൻ. ഞാൻ ഏറ്റവും സന്തോഷത്തോടു കൂടി സ്നേഹത്തോടു കൂടി വെൽക്കം ചെയ്യുന്നു ഹരീഷ് പെരുമണ്ണ. ചേട്ടാ നമസ്കാരം. നമസ്കാരം. എനിക്ക് തോന്നുന്നു ഈ ഒരു പേരിൽ ആളുകൾ ഇൻവൈറ്റ് ചെയ്യൽ വളരെ കുറവായിരിക്കും അല്ലേ? കുറവാണ്. കാരണം ആദ്യം ഹരീഷ് പെരുമണ്ണ ചെയ്യുന്നു, പിന്നെ നമ്മള് കണാരൻ ക്യാരക്ടർ വന്നോടുകൂടി പിന്നെ ഹരീഷ് കണാരനായി. അതെ. അപ്പോ എന്തായാലും ആ ഒരു സർപ്രൈസ് ചേട്ടൻ തന്നെ പൊട്ടിച്ചിരിക്കുകയാണ്. നമ്മുടെ സ്വന്തം ജാലിയൻ കണാരനാണ് ഇന്ന് SK ഹോട്ട്സ്പോട്ടിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. കുറെ കഥകളൊക്കെ നമുക്ക് പറയാനുണ്ട് അല്ലേ ചേട്ടാ? തീർച്ചയായിട്ടും. അപ്പോൾ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഏകദേശം 85-ലധികം സിനിമകൾ ചേട്ടൻ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. 2014 ചേട്ടൻ സിനിമയുടെ ഒരു ലോകത്തേക്ക് വരുന്നത്. അതിനു മുൻപ് നമ്മളെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള സ്കിറ്റുകളിൽ പ്രധാനി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ? ഓക്കെ. ഇപ്പൊ എന്താണ് വിശേഷം? വീട്ടിൽ തന്നെയാണോ? കോഴിക്കോട് തന്നെയാണോ? പെരുവണ്ണയാണ്, വീട്ടിലാണ്. അപ്പൊ മക്കളൊക്കെ അമ്പലത്തിലൊക്കെ ഒന്ന് പോയി തിരിച്ചു വന്ന് അപ്പൊ ഇനി ഇന്നത്തെ ദിവസത്തെ ബാക്കി പരിപാടികളിലേക്ക് പതുക്കെ കടക്കുന്നു അല്ലേ? ഓക്കെ. അപ്പൊ ഇന്ന് ഫുൾ ഫാമിലിക്ക് വേണ്ടി നമ്മള് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ് നമ്മുടെ സമയം. കുറച്ച് സമയം അപ്പൊ നമ്മുടെ സർഗക്ഷേത്രയ്ക്ക് വേണ്ടിയിട്ട് കൂടി തന്നേക്കണം. ഓക്കെ അല്ലേ? അപ്പോ ഇന്നത്തെ നമ്മുടെ സംസാരത്തില് ഇടയ്ക്ക് ഒരു നമ്മുടെ ജാലിയൻ കണാരനെ ഒന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. വരാൻ സാധിക്കുമോ ആൾക്ക്? ഓക്കെ. എന്തായാലും ടിക്കറ്റ് എടുത്തിട്ടുണ്ടെന്ന് മനസ്സിലായി. നമ്മള് കണാരൻ ചേട്ടൻ ഇങ്ങോട്ട് കൊണ്ടുവരും. എന്തായാലും തൽക്കാലത്തേക്ക് നമുക്കൊരു റേഡിയോയിൽ പാട്ടൊക്കെ കേട്ടിട്ട് തിരിച്ചു വരാം അല്ലേ ചേട്ടാ? ഓക്കെ. അപ്പൊ എന്തായാലും കേട്ടുകൊണ്ടേയിരിക്കൂ. ഇന്ന് SK ഹോട്ട്സ്പോട്ടിൽ നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം ഹരീഷ് കണാരൻ. 89.6 FM സർഗക്ഷേത്ര SK Hotspot. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട്. ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് ഹരീഷ് കണാരനാണ്, നമ്മുടെ എല്ലാവരുടെയും സ്വന്തം ജാലിയൻ കണാരൻ. എത്ര സിനിമകളിലാണ് ചേട്ടൻ ഒരുപാട് നമ്മളെ ചിരിപ്പിച്ചിട്ടുള്ളതെന്ന് അറിയാം. പക്ഷെ അതിനു മുൻപ് നമുക്ക് എല്ലാവർക്കും ഓർമ്മയിൽ നിൽക്കുന്നത് സ്റ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പേരിൽ തന്നെയാണ്, ജാലിയൻ കണാരൻ. ശരിക്കും അതെ, കണാരേട്ടൻ. അപ്പൊ കണാരേട്ടന് വീണ്ടും നമ്മുടെ റേഡിയോ സ്റ്റേഷനിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സർഗക്ഷേത്രയിലേക്ക് സ്വാഗതം പറയാണ് കേട്ടോ. ഓക്കെ. അപ്പോ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമ്മൾ പണ്ട് എന്ന് പറയുമ്പോൾ ഈ ഒരു സ്കിറ്റിന്റെ ഒക്കെ സമയം, കോമഡി ഫെസ്റ്റിവൽ, ഈ പാട്ടൊക്കെ നമുക്ക് ഇപ്പോഴും കാണാപ്പാടാണ്. നമ്മൾ ആ ഒരു ഈ ഒരു BGM കേൾക്കാനൊക്കെ വെയിറ്റ് ചെയ്യും. കാരണം ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതെ സത്യം, അതെ ഒരു ഡാൻസ്, അത് കഴിയുമ്പോൾ ഒരു സ്വാഗതം പരിപാടികൾ, പിന്നെ നിങ്ങളുടെ സ്കിറ്റായി, സന്തോഷമായി, വിശേഷങ്ങളായി. ശരിക്കും നമ്മുടെ ഈ രാത്രി എന്ന് പറയുന്ന സമയത്തായിരിക്കും മിക്കവാറും ഫുൾ ഫാമിലി ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനൊക്കെ ഇരിക്കുക. അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്നു, ഓഫീസിൽ പോകുന്നു, അങ്ങനെ എല്ലാവരും പല വഴിക്കാണ്. അപ്പോൾ ഈ രാത്രിയുടെ സമയത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ ഏറ്റവും അടിപൊളി കോമ്പിനേഷനാണ് ഈ കോമഡി. കറക്റ്റ് സമയത്ത് നമുക്ക് TV-യിൽ ഇത് കാണുകയും ചെയ്യാം. ഞാനൊക്കെ ഒരുപാട് ചിരിച്ച് മറന്നിട്ടുണ്ട് കോമഡി ഫെസ്റ്റിവൽ കണ്ടിട്ട്. പക്ഷെ എന്നെക്കാളും വലിയ ഫാൻ എന്ന് പറയുന്നത് എന്റെ വീട്ടിലെ എന്റെ അപ്പനാണ് കേട്ടോ. അത് നമ്മള് പിന്നെ വളരെ പ്രായമായ ക്യാരക്ടർ ചെയ്തുകൊണ്ട് പ്രായമായ ആൾക്കാർക്ക് എവിടെ ചെന്നാലും പ്രായ ആൾക്കാര് എടുത്ത് വന്ന് സംസാരിച്ച്, അപ്പൊ വൈഫിന്റെ അടുത്ത് ചോദിക്കും, ഇതെന്താ ഈ പ്രായ ആൾക്കാർ നിങ്ങൾ ഭയങ്കര കാര്യമാണ്. അപ്പൊ ഞാൻ ഇവരുടെ പോലെ പ്രായമായ ഒരാള് എന്നുള്ള ഒരു എന്താന്ന് അറിഞ്ഞൂടാ, എല്ലാം അത്രയും പ്രായമായ ആൾക്കാര് കണ്ട് തിരിച്ചറിഞ്ഞ് വന്ന് മോനെ എന്തൊക്കെയാണ് വിശേഷം, സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് സംസാരിക്കുക എവിടെ ചെന്നാലും. അതൊരു ഭയങ്കര പിന്നെ കാരണം ഇപ്പൊ നമ്മള് ആ വയസ്സായ ക്യാരക്ടർ ചെയ്തെങ്കിലും ഇപ്പൊ കാണുമ്പോ പെട്ടെന്ന് തിരിച്ചറിയാന്ന് പറഞ്ഞാല് കണാരേട്ടാന്നും പറഞ്ഞിട്ട് കണാരേട്ടെന്നാ എല്ലാരും വിളിക്കാം. ഓക്കെ. അപ്പൊ കണാരേട്ടനാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് ഇപ്പോഴും അല്ലേ? പിന്നെ ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോ ഈ ഒരു സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ മതിമറന്ന് നമ്മുടെ അന്നത്തെ ദിവസത്തെ പ്രഷറും ടെൻഷനും ഒക്കെ മാറ്റുന്നത് ഇതുപോലുള്ള റിയാലിറ്റി ഷോസ് അല്ലെങ്കിൽ കോമഡി ഷോസിലൂടെയൊക്കെയാണ്. അപ്പൊ ശരിക്കും ചേട്ടന്റെ കരിയറിൽ ഇത്രയും ഒരു സക്സസ് കൊണ്ടുവരാനായിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ചേട്ടന് കിട്ടിയിട്ടുള്ള കുറേയധികം റോൾസ് ഉണ്ട്, കുറേയധികം സ്നേഹങ്ങളുണ്ട്, അതായത് ഇതൊക്കെ കിട്ടാനായിട്ട് ചേട്ടനെ ഈ ഒരു പ്രോഗ്രാമിലൂടെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് അറിയാൻ താല്പര്യമുള്ളത്. അല്ല, കാരണം ഞാനൊക്കെ ഒന്ന് ഒരു പണ്ട് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യം ഉണ്ട് എന്നല്ലാതെ സിനിമയിൽ എങ്ങനെ വരും. പണ്ട് ഇങ്ങനെ കലാഭവനിൽ മിമിക്രി അവതരിപ്പിച്ചു കഴിഞ്ഞാൽ കലാഭവനിൽ അവസരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സിനിമയിൽ അവസരം കിട്ടും എന്നുള്ള ഒരു ഇതാണ്. പക്ഷെ ഞാൻ ആദ്യമായിട്ട് എറണാകുളം വന്നത് തന്നെ
ആദ്യമായിട്ട് കേരളോത്സവത്തിൽ മത്സരിച്ചിട്ട് പിന്നെ ഇവിടുന്ന് ജില്ലയിൽ ഫസ്റ്റ് കിട്ടിയത് സംസ്ഥാന അതിലേക്ക് ക്ലബ്ബുകാർ നിർബന്ധിച്ചിട്ട് എന്റെ പൈസ ഒക്കെ എടുത്തോളാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ആദ്യമായിട്ട് എറണാകുളം കാണുന്നത് തന്നെ. അവിടുന്ന് ഫസ്റ്റ് കിട്ടി, ഇവിടെ നാട്ടിലൊരു സ്വീകരണം കിട്ടുന്നു. അങ്ങനെയാണ് ശരിക്ക് ഞാൻ സ്കൂൾ തലത്തിൽ അങ്ങനത്തെ ഒരു ഇതിലും മത്സരിച്ചിട്ടൊന്നുമില്ല. ആദ്യമായിട്ട് കേരളോത്സവത്തിലാണ് മത്സരിക്കുന്നത്. പിന്നെ കോളേജിൽ പോയിട്ടില്ലല്ലോ, കോളേജിൽ നിന്ന് മത്സരിക്കുക. അപ്പൊ എന്തായാലും അന്ന് കേരളോത്സവം വഴി ഒരു സ്റ്റാർ അപ്പൊ തന്നെ ആയി നമ്മള് അല്ലെ നാട്ടിലൊക്കെ. അന്ന് നാട്ടിൽ അപ്പോഴാണ് ഞാൻ ഇങ്ങനെ മിമിക്രി അവതരിപ്പിക്കും, ഹരീഷ് ഇങ്ങനെ മിമിക്രി കുഴപ്പമില്ലാതെ അവതരിപ്പിക്കും. ഇങ്ങനെ സംസ്ഥാനത്ത് ഇങ്ങനെ കിട്ടി, കേരളോത്സവത്തിൽ ഫസ്റ്റ് കിട്ടി എന്ന് അപ്പോഴാണ് ആൾക്കാർ അവൻ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടോ. അപ്പൊ ഇവിടെ ഓരോ സ്ഥലത്ത് ക്ലബിന്റെ ചെറിയ പരിപാടിക്കൊക്കെ വിളിച്ച് അങ്ങനെയാണ് നാട്ടിൽ തുടക്കം. ഓക്കെ ഓക്കെ ഓക്കെ. ശരിക്കും ചേട്ടൻ ഇപ്പോഴും ആ ഒരു സ്കിറ്റിന്റെ സമയങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാക്ടീസ് ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും ടി വിയിൽ കാണുന്നത് മാത്രമേ അറിയുള്ളൂ. ഇതിന്റെ ബിഹൈൻഡ് ദ സീൻസ് കുറെ കഷ്ടപ്പാടുകളിൽ നിന്ന് നമുക്കറിയാം. ഇതിന്റെ സ്ക്രിപ്റ്റ് വർക്ക് അല്ലെങ്കിൽ കുറെ കാര്യങ്ങളുണ്ട്. കാരണം ഞങ്ങൾ 2-3 സ്കിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ മൊത്തം ഒരു സ്കിറ്റ് പൊളിഞ്ഞ് പാളീസായി ഒരു തരത്തിലും രക്ഷപ്പെടില്ല, ഇനി അവിടുന്ന് ഔട്ടായി എന്നുള്ള ലെവലിൽ നിൽക്കുന്ന സമയത്താണ് അന്ന് രാത്രി ഉണ്ടാക്കിയ സ്കിറ്റാണ് ബാർബർ ഷോപ്പ്. എന്താണ് ബാബു ഏട്ടാ? അതെ അതെ അതെ. ഓക്കെ, അപ്പൊ അതിൽ നിന്നാണ് ഈ അടിപൊളി ബാബുവേട്ടന്റെ സ്കിറ്റൊക്കെ വരുന്നത് അല്ലേ? അതൊന്നാണ് വീണ്ടും കര കയറിയത്. കാരണം ഒരു പിന്നെ റെക്കോർഡിംഗ് സ്കിറ്റ് ഞങ്ങൾക്ക് കളിച്ച് പരിചയമില്ല. റെക്കോർഡിംഗ് സ്കിറ്റ് ഒരു റെക്കോർഡിംഗ് സ്കിറ്റ് റൗണ്ട് ചെയ്യുന്ന ആ റൗണ്ട് മൊത്തം പൊട്ടി പുഴക്കരയില് ചായക്കരയുടെ സീന് വരേണ്ട സമയത്ത് പിന്നെ പുഴക്കരയിൽ സമാവറും അങ്ങനെ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയി. സമാവർ പുഴക്കരയിലായി പോയി, ചായക്കരയാണ് സ്ക്രീന് മാറി വരേണ്ടത്, ടൈമിങ് മാറി മൊത്തം. ഈ പ്രാവശ്യം നീ നോക്കണ്ട ഔട്ടാവും. കാരണം ഞങ്ങൾ ജസ്റ്റ് 1-2 എപ്പിസോഡ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് മുഖം കാണാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ചെല്ലുന്നത് ഈ കോമഡി ഫെസ്റ്റിവലില്. അപ്പൊ അങ്ങനത്തെ ഇതൊന്നും എനിക്ക് ഇപ്പൊ കണാരൻ ഹിറ്റായി, ബാർബർ ഷോപ്പ് ഹിറ്റായി, കണാരൻ സംസ്ഥാന ടെലിവിഷൻ അവാർഡ് കിട്ടി. അത് കഴിഞ്ഞ് അക്ബർ സാർ ഉത്സാഹ കമ്മിറ്റി സിനിമയില് വന്നു. അങ്ങനെ ഇവിടെ വരെ എത്തിന്നല്ലേ? സ്റ്റിൽ ഇതൊക്കെ മിസ് ചെയ്യുന്നുണ്ടായിരിക്കുമല്ലോ അല്ലെ? നിങ്ങളുടെ ആ ഒരു എന്താണ് ആ സമയത്ത് പ്രാക്ടീസ് അല്ലെങ്കിൽ ഫുൾ ടൈം റെക്കോർഡിംഗ് കാര്യങ്ങൾ? ഞങ്ങൾ ഇപ്പോഴും പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിപ്പോ ഇതാ ഒരുമിച്ച് ഞങ്ങളിപ്പോ 10-20 ദിവസം ഓസ്ട്രേലിയയിലായിരുന്നു. ആഹാ, ഓക്കെ ഓക്കെ, നൈസ്. അപ്പൊ ഇപ്പോഴും ആ ഒരു ബോണ്ട് ഉണ്ടല്ലേ? പിന്നെ ഞാനും നിർമ്മല ഞങ്ങൾ ഒരുമിച്ച് ഓസ്ട്രേലിയയിൽ ഇപ്പൊ 20 ദിവസം ഞങ്ങൾ പ്രോഗ്രാം ചെയ്ത് വന്നതായിരുന്നു. അടിപൊളി അടിപൊളി. അപ്പൊ എന്തായാലും ഞാൻ എന്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് പറഞ്ഞേക്കട്ടെ, നമ്മുടെ ചിഹ്നം പേപ്പട്ടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്കിറ്റ് ഉണ്ടല്ലോ, പ്രതിഷേധ പ്രകടന സിന്ദാബാദ്. കാരണം അതൊക്കെ ഇപ്പോഴും ഒരു ഇലക്ഷൻ വരുമ്പം അത് വരും. ഇപ്പൊ ഈ അടുത്ത് ഗോവിന്ദചാമിന്റെ ഒരു ജയിലിൽ ചാടിയ വിഷയം വന്നപ്പം കണാരന്റെ ട്രോളാ വന്നത്. ചപ്പാത്തി ഡയറ്റ് ഫോളോ ചെയ്യുന്നത് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ എനിക്ക് പ്രത്യേകിച്ച് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട്, പ്രതിഷേധ പ്രകടനം സിന്ദാബാദ്. അയ്യോ എന്ത് ഹിറ്റായിരുന്നു ആ സമയത്ത്. ഇപ്പോഴും അത് എനിക്ക് തോന്നുന്നു ഉച്ച സമയത്തൊക്കെ ഇപ്പോൾ കുറെ പേര് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അവർ ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു സമയം അത് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് മുന്നിലൊരു ഫോൺ, സ്മാർട്ട് ഫോൺ, നമ്മുടെ ഫോൺ ഇങ്ങനെ വെക്കും. അതിന് ശേഷം നമ്മൾ പ്ലേ ചെയ്യുന്നത് ഇതുപോലെ സ്കിറ്റുകളായിരിക്കും. അപ്പം നമുക്ക് വീണ്ടും സന്തോഷം, അല്ലെങ്കിൽ ഇതൊക്കെ റീവാച്ച് പോസിബിലിറ്റി. എനിക്ക് തോന്നുന്നു ഏകദേശം 9 മില്യണിലധികം ആളുകൾ നമ്മുടെ ജാലിയൻ കണാറിന്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അതൊരു അപ്പോഴും ആളുകളുടെ മനസ്സിൽ ഇതുണ്ടെന്ന് പറയാം. അപ്പൊ ഞാൻ കമന്റ്സ് ഒക്കെ ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ അതില് 2025 മാർച്ചിൽ, മെയ്യിൽ കാണുന്നവരുണ്ടോ, ഏപ്രിലിൽ കാണുന്നവരുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടേ. അപ്പൊ സ്റ്റിൽ ആളുകളിലേക്ക് അത് എത്തുന്നുണ്ട് എന്ന് പറയുന്നത് തന്നെ വലിയ സന്തോഷം അല്ലേ? ഓക്കെ, അപ്പൊ ചേട്ടന്റെ വിശേഷങ്ങൾ നമ്മൾ ഇനിയും അറിയുന്നുണ്ട് പാട്ടുകൾക്ക് ശേഷം. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. വെൽക്കം ബാക്ക് ടു SK Hotspot ഓൺലി ഓൺ സർഗക്ഷേത്ര 89.6 FM. SK ഹോട്ട്സ്പോട്ടിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം ഹരീഷ് കണാരനാണ്. ഹരീഷ് ചേട്ടൻ. ചേട്ടാ, അപ്പോൾ കുറച്ച് മുൻപ് നമ്മുടെ സ്കിറ്റിന്റെ വിശേഷങ്ങൾ അല്ലെങ്കിൽ പ്രതിഷേധ പ്രകടനം സിന്ദാബാദ് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. ഇനി ചേട്ടൻ്റെ സിനിമാ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് കിടക്കാണ് കേട്ടോ. 2014 ഉത്സാഹ കമ്മിറ്റി എന്ന് പറയുന്ന മൂവിയിലൂടെയാണ് ചേട്ടൻ സിനിമയിലേക്ക് ഒരു അരങ്ങേറ്റം നടത്തുന്നത് അല്ലേ? അപ്പോൾ ശരിക്കും കോമഡി അല്ലെങ്കിൽ സ്കിറ്റുകൾ ഇതിൽ നിന്നൊക്കെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. കോമഡി നമുക്ക് ആവശ്യമാണ്, പക്ഷേ എല്ലാ സിനിമകളിലും ചിലപ്പോൾ അത് കിട്ടിയെന്നില്ല. പിന്നെയെന്ന് പറയുന്നത് അൾട്ടിമേറ്റ് എയിം നമ്മുടെ സിനിമ തന്നെയാണ്. അപ്പോൾ അവിടേക്ക് എത്തിയപ്പോൾ ഞാനിത് നേടിയെടുത്തു എന്ന് തോന്നിയിട്ടുള്ളൊരു മൊമെന്റ് ഏതായിരിക്കും?
അതെന്ന് പറഞ്ഞാൽ ഇപ്പൊ പെട്ടെന്ന് ഞാൻ പിന്നെ എന്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു അക്കോ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ ജീസനി അല്ലേട്ടൻ നമ്മളെ വെള്ളപ്രാവിന്റെ ചങ്ങാതി അല്ലേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു പിന്നെ ഇങ്ങനെ ഹരീഷിനെ ഒക്കോ പറഞ്ഞ ഡയറക്ടർ വിളിക്കും, അപ്പം എന്തോ ഒരു സംഭവം ചെയ്യാറുണ്ട്. അത് കുറച്ച് കഴിഞ്ഞ് അക്ബർ സാർ വിളിക്കുന്നത് ഹരീഷ് പക്ഷെ ഇങ്ങനെയൊക്കെയാണ് നമ്മളൊരു പടം തുടങ്ങുന്നുണ്ട്, ഉത്സാഹ കമ്മിറ്റി എന്നാണ് പേര്. അത് ഹരീഷ് ആ ജാലിയൻ കണാരനായിട്ട് ഒന്ന് വരണം എന്ന് പറഞ്ഞപ്പോ ഞാൻ ആകെ ഞെട്ടിപ്പോയി. കാരണം നമ്മള് പ്രോഗ്രാം കഴിഞ്ഞ് കോമഡി ഫെസ്റ്റിവലൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ ഇരിക്കുന്ന, പക്ഷെ വേറെ അവസരങ്ങൾ ഫസ്റ്റ് ഞാൻ ചെയ്തത് നമ്മളെ മറ്റേ ഇതാണ് പിന്നെ തുരങ്കം കുഴിക്കുന്ന ഒരു ക്യാരക്ടറില്ലേ പിന്നെ സപ്തമശ്രീ തസ്കര. അപ്പൊ അതില് ആ പടം കഴിഞ്ഞ് അത് തിയേറ്ററിൽ ഭയങ്കര കയ്യടി ശരിയൊക്കെ ചെയ്യുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് വേറെ പടങ്ങളൊന്നും വന്നില്ല, വേറെ ഒരു പടങ്ങളും വന്നില്ല. അപ്പൊ ഒരു സുരാജേട്ടന് ഞാനും നിർമ്മലും ഞങ്ങൾ എല്ലാവരും കൂടി ഖത്തറിൽ ഒരു പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് സുരാജേട്ടന്റെ അടുത്ത് പറഞ്ഞു ഹരീഷേ പിന്നെ അതിന്റെ കൂടെ ഒരു പടം കൂടി വന്നിട്ടുണ്ടെങ്കിൽ ഹരീഷ് രക്ഷപ്പെട്ടു എന്ന്. ഞാൻ പറഞ്ഞു വരണ്ടേ വരാതെ. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ഫ്രീ അപ്പൊ പെട്ടെന്നാണ് ഈ ഉത്സാഹ കമ്മിറ്റിന്ന് വിളിച്ച് അങ്ങനെ ഞാൻ അതിൽ പോയി. അപ്പം അതില് പിന്നെ നമ്മള് അപ്പം പിന്നെ അതിലൊരു അസോസിയേറ്റ് ദിബിൽ എന്ന് പറഞ്ഞൊരു അസോസിയേറ്റ് ഉണ്ട്. അപ്പൊ ദിബിലായിട്ട് നല്ല കമ്പനിയായി. ആ പടത്തിന്റെ ഷൂട്ട് കഴിഞ്ഞ സമയത്ത് പിന്നെയും വേറെ പടങ്ങളൊന്നുമില്ല. അപ്പം ഒരു ദിവസം എന്റെ ഇതേപോലെ ദിബിൽ വിളിച്ചിട്ട് ഹരീഷ് ഓട്ടോറിക്ഷ ഓടിക്കാറ് ചോദിച്ചു. ഓട്ടോറിക്ഷ ഓടിക്കാറ് പിന്നെ ഓട്ടോറിക്ഷ ഓടിക്കലാണല്ലോ എന്റെ പരിപാടി. ശരി ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒന്ന് കായംകുളത്തേക്ക് കയറിട്ട് ഒരു ചെറിയൊരു പരിപാടി ഉണ്ട്. അങ്ങനെ അപ്പൊ തന്നെ ഞാൻ രാവിലെ ജനശതാബ്ദിയിൽ കായംകുളത്തേക്ക് ചെന്ന് അപ്പം വിനീത് ശ്രീനിവാസന്റെ പിന്നെ സെക്കൻഡ് ക്ലാസ് യാത്ര എന്ന് പറഞ്ഞ പടം ഷൂട്ട് നടന്നുകൊണ്ടൊക്കെ. അതിനകത്ത് ഒരു ചെറിയൊരു ഓട്ടോ ഡ്രൈവർ ഒരു ക്യാരക്ടറാണ്. അപ്പം ഞാൻ പിന്നെ സ്വാമിയാണ് മലയ്ക്ക് പോകാൻ മാലക്കെട്ട് നിന്ന് ഭയങ്കര ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമാണ്. ബാക്കില് ജോജു മാളയും അതേപോലെ പിന്നെ വിനീതും ചെമ്പൻ വിനോദാരനും കൂടി കയറുന്നു. അപ്പം എന്റെ ചോദ്യമാണ് എല്ലാരും കൂടി കുളിച്ചു കുറിയും തൊട്ടിട്ട് എങ്ങോട്ടാ പോണത്. അപ്പൊ ഇവര് പറയുന്നത് ചുംബന സമരത്തിനാണ് പോണെന്ന് പറയുന്നത്. അപ്പൊ വിനീതിന്റെ അടുത്ത് പറഞ്ഞ് അതിനൊരു മറുപടി ഡയറക്ടർ പറഞ്ഞു, അതിനൊരു മറുപടി പറഞ്ഞു ഹരീഷ് എന്ത് പറയുന്നു വെച്ചപ്പോ ഞാൻ പലരും ഞാൻ ചർച്ച നടന്നുകൊണ്ടിരിക്കുക. ഞാൻ വിനീത് ഭായിന്റെ അടുത്ത് ഞാൻ ചോദിച്ചു, വിനീത് ഞാനൊരു മലയ്ക്ക് പോകാൻ മലയിട്ട് പോയി എന്ന് പറഞ്ഞാൽ മതിയോ എന്ന് ചോദിച്ചു. അടിപൊളി ഗംഭീര അത് മതി എന്ന് പറഞ്ഞു. അത് തിയേറ്ററിൽ ഭയങ്കര കയ്യടി കിട്ടി. അത് കഴിഞ്ഞപ്പോ വിനീതിന്റെ അടുത്ത് പറഞ്ഞു ഹരീഷ് ഭായി നമ്മള് വീണ്ടും കാണട്ടോ എന്ന് പറഞ്ഞ എനിക്ക് നമ്പറൊക്കെ തന്നു. ഇന്റെ നമ്പർ വാങ്ങി. അങ്ങനെയാണ് ഞാൻ കുഞ്ഞിരാമായണത്തിൽ വരുന്നത്. പ്രിയംവദ കാതരയാണ് അല്ലേ? പ്രിയംവദ കാതരയാണ് എന്റെ പൊന്നെ. അപ്പോ ഏതൊക്കെ രീതിയിലാണല്ലേ നമ്മുടെ മുന്നിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് അവസരങ്ങൾ കടന്നു വരുന്നത്. എന്തായാലും അത് കറക്റ്റായിട്ട് യൂസ് ചെയ്തത് കൊണ്ട് മാത്രമാണ് ഇപ്പോ അല്ലെ ഇത്രയും ഗംഭീര റോൾസ് ഒക്കെ നമുക്ക് എത്തുന്നതും. അതെ അതെ ഓക്കെ. അപ്പൊ എന്തായാലും ഈ ഒരു മെമ്മറി വളരെ സ്പെഷ്യൽ ആയത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ നമുക്ക് ആ ഒരു സന്തോഷത്തിലൊരു പാട്ടും കേട്ടിട്ട് വേഗം വരാം ചേട്ടന്റെ കൂടുതൽ വിശേഷങ്ങൾ സിനിമാ ജീവിതത്തെ പറ്റിയിട്ടും അതുപോലെ തന്നെ കുറേയധികം കോമഡി എലമെന്റ്സിനെ പറ്റിയിട്ടും. കുറച്ച് മുൻപ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കണാറായിട്ടും വന്നിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ പാട്ടുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും കേട്ടുമുട്ടും ഹരീഷ് ചേട്ടന്റെ കുറേയധികം വിശേഷങ്ങളിലേക്കും. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. വെൽക്കം ബാക്ക് ടു SK Hotspot ഓൺലി ഓൺ സർഗക്ഷേത്ര 89.6 FM. ഇന്ന് SK Hotspotൽ ജോയിൻ ചെയ്തിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട കല്ലക്കൻ കോഴിക്കോട്ടുകാരനാണ് നമ്മുടെ സ്വന്തം ഹരീഷ് കണാരൻ. ഹരീഷ് ഏട്ടാ, നമ്മൾ എപ്പോഴും പറയും ഒരാളെ ചിരിപ്പിക്കാനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടെന്ന് പറയും അല്ലേ? ഇങ്ങനെ സംസാരിക്കാനും ബുദ്ധിമുട്ടോ. വാദം വരാതെ ഞാൻ ഇപ്പോഴും സ്റ്റേജിൽ കയറുമ്പോ എനിക്ക് ടെൻഷനാ. ഞാൻ എത്രയോ പിന്നെ കൊല്ലായിട്ട് വിളിച്ചോണ്ട് വന്നിട്ട് ഇപ്പോഴാണ് ഞാനൊന്ന് പഠിച്ച സ്കൂളിലൊന്ന് പോയത്. ആണോ? സ്റ്റേജ് ഫിയർ ഉണ്ടായിരുന്നല്ലേ? ഭയങ്കര. കാരണം ഞാൻ ഇപ്പോഴും പ്രോഗ്രാം ചെയ്യാൻ സ്റ്റേജിൽ കയറുന്ന സമയത്ത് ദേവനായിരുന്നു നിർമ്മല ഹരീഷ് രണ്ടു വാക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് ടെൻഷനായി. പക്ഷെ പ്രോഗ്രാം ചെയ്യാനൊന്നും ക്യാമറയിൽ മുന്നിലും ആ ടെൻഷൻ ഇല്ല. അത് ഭയങ്കര പ്രശ്നമാണ്. എന്റെ പൊന്നു, എന്തായാലും ആ ഒരു സ്റ്റേജ് ഫിയർ മാറ്റുന്നതിന് ഒരു സ്പെഷ്യൽ കൺഗ്രാറ്റുലേഷൻസ് കേട്ടോ. ഓക്കെ. അപ്പോൾ ചോദ്യത്തിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണ്. ശരിക്കും എപ്പോഴും നമ്മൾ പറയാറുള്ള ഒരു കാര്യമാണ് ഒരാളെ ചിരിപ്പിക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ടുന്നത്. പക്ഷേ നമ്മുടെ മലയാളത്തിലെ കുറേയധികം അടിപൊളി ആക്ടേഴ്സിന്റെ പെർഫോമൻസ് കാണുമ്പോൾ നമ്മൾ കാണുന്നവർ വിചാരിക്കും ഇത്ര സിമ്പിളാണോ ഹ്യൂമർ ചെയ്യാമെന്ന്. കാരണം അത്രയും ഈസി ആയിട്ടാണ് അവർ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള റോളുകൾ ചെയ്യുന്നത്. അപ്പോൾ ചേട്ടന്റെ ഒരു കാഴ്ചപ്പാടിൽ നമ്മുടെ മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ചേട്ടൻ ഏറ്റവും കൂടുതൽ കണ്ട് ഞെട്ടിയിട്ടുള്ള അല്ലെങ്കിൽ ചേട്ടന്
ഇതുപോലെ ഒന്ന് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുന്ന കോമഡി ആക്ടേഴ്സ് ആരൊക്കെയാണ്? അതിന്റെ റീസൺസ് എന്താണ്? ഒന്നും പറയാനില്ല, അത് ജഗതി ചേട്ടൻ തന്നെയാണ്. ഞാൻ പ്രതീക്ഷിച്ച മറുപടി തന്നെ കിട്ടി. കാരണം അതിന്റെ അപ്പുറത്തേക്ക് ഒരാൾക്ക് ചെയ്യാൻ പറ്റൂല. ഹ്യൂമറിന്റെ ഏതോ ലെവലിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്ക് അതിന്റെ താഴെ കൂടി പോകുന്ന ഒരു ഉറുമ്പ് മാത്രമാണ്. എന്റെ എന്ത് രസമാണല്ലോ നമ്മുടെ ജഗതി ചേട്ടന്റെ കംബാക്ക്. നമുക്ക് വലയിൽ പ്രതീക്ഷിക്കാം അല്ലേ? കാരണം അത്രയും എക്സ്പ്രഷൻ, എന്തൊക്കെ എക്സ്പ്രഷൻ, നമ്മൾ ക്യാമറ ഒരു എക്സ്പ്രഷൻ ഇടുന്ന ടെൻഷനായി. ഈ എക്സ്പ്രഷൻ മാറി മാറി മിന്നി മറിഞ്ഞോണ്ടിരിക്കല്ലേ. യെസ്, അതെ അതെ. നമ്മുടെ ജഗതി ചേട്ടൻ അഭിനയിച്ചതിൽ മറക്കാനാവാത്ത അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട, ഇപ്പോഴും കണ്ടു കഴിഞ്ഞാലും ചിരി വരുന്ന ഒരു കഥാപാത്രം ഏതായിരിക്കും? ഇപ്പം കൂടി കണ്ടിട്ടേ ഉള്ളൂ. പിന്നെ നമ്മളെ ഇതിലെ കിലുക്കത്തിലെ നിശ്ചൽ, സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ഓഫ് ഇന്ത്യ അല്ലേ? നിശ്ചൽ. നമ്മുടെ ജഗതി ചേട്ടന്റെ ചേട്ടൻ ഇമിറ്റേറ്റ് ചെയ്യോ? ഇല്ല അല്ലെ? ദിലീപേട്ടനെ ചെയ്യും തോന്നുന്നുണ്ടല്ലേ? ഓക്കെ. ദിലീപേട്ടന്റെ ഒരു ചെറിയ ഡയലോഗ് നമുക്ക് കേൾക്കാവോ ഇപ്പോ? ദിലീപേട്ടന്റെ പഴയ സല്ലാബ് എന്ന് പറഞ്ഞ ദിലീപ്, ഞാൻ പഠിച്ചത് ആ പടം കണ്ടിട്ടാണ് ദിലീപേട്ടന്റെ വോയിസ്. കാരണം ദിലീപേട്ടൻ ഇങ്ങനെ കേറി വരുന്ന ആ സമയം അത് വേറൊരു ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നത്തെ അങ്ങനെ വന്നില്ല. ഭയങ്കര സിമ്പിൾ ചെയ്യുന്ന ദിലീപേട്ടൻ്റെ അത് മറക്കേ എങ്ങനെ മറക്ക, ആ കണ്ണും ആ മൂക്കും മറക്കാൻ കഴിയില്ല. മറക്കാൻ പറയും മറക്കാനും, സ്നേഹിക്കാൻ പറയുമ്പോൾ സ്നേഹിക്കാനും. ഞാനാരല്ലേ? ആരുമില്ല. സ്നേഹം തന്നതല്ലോ, പിടിച്ചു മേടിച്ചതല്ലേ. പരിഹസിക്കരുതോ, വയറ്റി പഴപ്പ, ജീവിച്ച് പൊക്കോട്ടെ. കൊള്ളാട്ടോ, അടിപൊളി അടിപൊളി. ചേട്ടാ, ചേട്ടനെ കണ്ടിട്ട്, ഐ മീൻ ചേട്ടൻ ഇമിറ്റേറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ദിലീപേട്ടന്റെ ഒരു ചെറിയ ചായ ഉണ്ടെന്ന്? അയ്യോ, അങ്ങനെ ഞാൻ ദിലീപേട്ടന് കുറെ പിന്നെ ചക്രമുത്ത്, അതേപോലെ കുഞ്ഞിക്കൂനൻ, അങ്ങനെ കുറെ ക്യാരക്ടർ ഇങ്ങനെ ചെയ്യുന്നു. അത് കുറച്ച് അത് അങ്ങനെ കുറച്ച് ടവളുകളുണ്ടായിരിക്കും. ഞാനേ പണ്ടത്തെ ഒരു ഇന്റർവ്യൂ കണ്ടിരുന്നു, നമ്മുടെ ചാക്കോച്ചനായിട്ട് ഹരീഷ് ഏട്ടന്റെ ഒരു ഇന്റർവ്യൂ. അതില് ദിലീപേട്ടനെ അതില് ഇമിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് നല്ല രീതിയിൽ ദിലീപേട്ടന്റെ ഒരു ചായ തോന്നുന്നുണ്ട്. ഞാൻ മാത്രമാണോ അങ്ങനെ പറഞ്ഞത്? പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ മാത്രല്ല ഈ കേസിൽ, ഞാൻ അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോയേനെ. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ജഗതി ചേട്ടന് തന്നെയാണ് നമ്മുടെ ഫുൾ മാർക്സും കൊടുത്തിരിക്കുന്നത് അല്ലേ? പിന്നെ ഓക്കെ ഓക്കെ. ഞാനിപ്പോ ഈ അടുത്ത് നമ്മളെ പിന്നെ നമ്മളെ അസോസിയേഷന്റെ അസോസിയേഷന്റെ മീറ്റിങ്ങിന് ജഗതിച്ചേട്ടന്റെ കൂടെ ഞാൻ, നവാസ്ക, സുരാജേട്ടൻ, ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഓക്കെ. അത് നവാസ്ക മരിക്കുന്നതിന് കുറച്ചുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോ ഇനി ഏറ്റവും അടുത്തൊരു സിനിമയില്, നമ്മുടെ വല സിനിമയില് ജഗതി ചേട്ടൻ സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന രീതിയിൽ വരാൻ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഓക്കെ. അപ്പോ അത് ഗംഭീരമായിട്ടുള്ള ഒരു തിരിച്ചുവരവ് തന്നെ ആവട്ടെ അല്ലെ? തീർച്ചയായിട്ടും. യെസ്. അപ്പൊ എന്തായാലും തിരിച്ചുവരവിനെ പറ്റി സംസാരിച്ചപ്പോ നമ്മളും തിരിച്ചു വരുന്നുണ്ട് SK ഹോട്ട്സ്പോട്ടിലേക്ക് പാട്ടുകൾക്ക് ശേഷം കേട്ടോ. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട് ഓൺലി ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. ഇന്ന് SK ഹോട്ട്സ്പോട്ടിൽ നമ്മളെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള ഒരുപാട് സിനിമകളിലൂടെ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രിയങ്കരനായ നമ്മുടെ സ്വന്തം കണാരേട്ടനാണ്, ജാലിയൻ കണാരൻ അഥവാ ഹരീഷ് കണാരൻ. ഹരീഷ് ഏട്ടാ, യെസ്. അപ്പൊ നമ്മൾ കുറച്ച് മുൻപ് ദിലീപേട്ടന്റെ ഒക്കെ സൗണ്ട് ഒക്കെ കേട്ട് നമ്മൾ വീണ്ടും ചേട്ടന്റെ വിശേഷങ്ങളിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് കേട്ടോ. നമ്മള് ആദ്യം പറഞ്ഞു ചേട്ടൻ ഇപ്പോൾ ഏകദേശം 85-ലധികം സിനിമകളിൽ ഇപ്പോൾ ചേട്ടൻ അഭിനയിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അതും വെറും കുറച്ച് സമയം കൊണ്ട് അല്ലെ? 2014 ചേട്ടൻ സിനിമയിലേക്ക് വന്നത്. അതെ, 85 പടം ചെയ്തു. അതെ അതെ അതെ. കാരണം ഓടിനൊന്നും പടം ചെയ്ത് ഒരു കിട്ടിയ ചാൻസിൽ ഒന്നും മിസ്സാക്കാതെ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോ ഈ ചെയ്തതില് ചേട്ടന് മറക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ചേട്ടന് ഒരുപാട് ഇഷ്ടപ്പെട്ട ചേട്ടന്റെ ഒരു ക്യാരക്ടർ ഏതായിരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ രക്ഷാധികാരി ബൈജുലെ വിനീത് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. രഞ്ജൻ പ്രമോദേട്ടൻ ഡയറക്ട് ചെയ്ത. അത് ഏതാ ഡയലോഗ് ഓർമ്മ ഉണ്ടോ? കണ്ടുണ്ടോ പടം? ബൈജുവേട്ട പോലീസ് എന്ന് പറയുന്ന ബൈജുവേട്ട പോലീസ് ചാടുന്നത്. അതെ അതെ അതെ, കെന്റ് ചാട്. ഞാൻ ആക്ച്വലി കഴിഞ്ഞ 2 ദിവസം മുൻപ് അങ്ങോട്ട് പോലീസ് വരുന്ന സമയത്തല്ലേ, പോലീസ് വരുന്ന സമയത്ത് ഒറ്റ ചാട്ടാണ് ബിജു മേനോൻ സാറ്.
ബിജുവേട്ടൻ നേരെ താഴും. അത് ആ ക്യാരക്ടർ ആ പോയിന്റ് തകരാറ് കുറച്ച് മെന്റലി പ്രോബ്ലം ഉള്ള ഒരു ഡിസോർഡർ ഉള്ള ഒരാളാണ്. പക്ഷെ അത് ഓവർ ആവാനും പാടില്ല. അപ്പൊ ഞാൻ എപ്പോഴും അത് ആ ഒരു ഇത് ചെയ്യുന്ന സമയത്ത് ഇവരെന്തൊക്കെ സംസാരിക്കും, ഞാൻ വേറെ പോയി വേറെ ചിന്തിച്ചു നിൽക്കും. അപ്പൊ ഈ പോലീസ് വരുന്ന സമയത്തും ഞാൻ ആദ്യം ഇവരെ കൂടത്തില്ലേന് കിണറിന്റെ അടുത്തേന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ ഡയറക്റ്റ് എടുത്ത് ഞാൻ ആ മാവിന്റെ മേലെ അപ്പുറത്ത് പോയിരിക്കുക. അപ്പം ഇവര് പോലീസ് വരുന്ന ഇവര് കാണില്ല, ഞാനാണ് കാണുന്നത്. ഇവരെന്താ സംസാരിച്ചൊന്നും എനിക്കറിഞ്ഞൂടാ. നേരെ ഞാൻ അവിടുന്ന് ബൈജേട്ടാ പോലീസ് വന്നപ്പോ ബൈജേട്ടൻ ചാടി. ഓക്കെ അടിപൊളിയായിരുന്നു കേട്ടോ അത്. ശരിക്കും ഞാൻ സത്യമായിട്ട് ഞാൻ കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ അങ്ങോട്ട് കറക്റ്റ് ഈ ഒരു സീൻ ബിജുമേനോൻ സാറ് കിണറ്റിലേക്ക് ചാടുന്ന ഒരു സീൻ കണ്ടിരുന്നു. അപ്പൊ പെട്ടെന്ന് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാനും പറ്റും. കൊറോണ സമയത്ത് ഏറ്റവും കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നു ആ സംഭവങ്ങള് പോലീസ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ ചേട്ടന്റെ വിശേഷങ്ങൾ നമ്മൾ ഇനിയും അറിയുന്നുണ്ട് പാട്ടുകൾക്ക് ശേഷം. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. വെൽക്കം ബാക്ക് ടു SK Hotspot ഓൺലി ഓൺ സർഗക്ഷേത്ര 89.6 FM. SK ഹോട്ട്സ്പോട്ടിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം ഹരീഷ് കണാരനാണ്. ഹരീഷ് ഏട്ടൻ, ഈ മെമ്മറബിൾ ആയിട്ടുള്ള കുറേ ഇൻസിഡന്റ് സെറ്റുകളും നടന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 36 ഓംലെറ്റ് ഒക്കെ ചുട്ട കഥ നമുക്കറിയാം. രാജമ്മ ടിയാഹു അല്ലേ? രാജമ്മ ടിയാഹു. അത് ആ സമയത്ത് അത് എനിക്ക് ആ പടത്തിനാണ് എനിക്ക് ആദ്യമായിട്ടൊരു 10,000 അഡ്വാൻസ് ചെയ്തത്. പടത്തിന്റെ പൂജയ്ക്ക് വിളിച്ച് ലാൽജോ സാറാണ്. ഞാൻ ലാൽജോ സാറ് നീന എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടായി. അപ്പൊ അതിന്റെ അകത്ത് 2 സീനുള്ളൂ. 2 സീൻ ഞാൻ ഒറ്റ ടേക്കിൽ ഫസ്റ്റ് സീൻ ഓക്കെ ആയി. ലാൽജോ സാർ വന്നാൽ വിളി ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ 2 സീൻ 3 സീൻ അങ്ങനെ കഴിഞ്ഞ്. അപ്പം ലാൽജോ സാറ് അസിസ്റ്റന്റ് ആണ് രഘുമാ രാമവർമ്മ എന്ന് പറഞ്ഞ ഡയറക്ടർ, അസോസിയേറ്റ് ആണ്. അപ്പം മൂപ്പര് ഒരു പടം ചെയ്യുന്ന സമയത്ത് അപ്പം ഇവരെ കൂടുതലുള്ള ഈ ക്യാരക്ടർ ചന്ദ്രൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഹരീഷിനോട് ചെയ്യിക്കാന്ന് ലാൽജോ സാർ പറഞ്ഞു. ലാൽജോ സാർ പറഞ്ഞ് അങ്ങനെ പൂജയ്ക്ക് പോയി. അന്ന് 10,000 അഡ്വാൻസ് വന്നപ്പോ ഞാൻ ഞെട്ടിപ്പോയി. സിനിമയ്ക്ക് 10,000 അഡ്വാൻസ് കിട്ടിയ സന്തോഷം. അങ്ങനെ ഷൂട്ട് തുടങ്ങി. ചാക്കോച്ചൻ ഇന്ന് അറിഞ്ഞൂടാ. കാരണം ഞാൻ എന്ത് ചെയ്തു, കണാരം കണ്ടില്ല, ബാർബർ ഷോപ്പ് കണ്ടില്ല, ഒന്നും കണ്ടില്ല. ആസിഫ് അലി കണ്ടിട്ടുണ്ട്, ഇതൊക്കെ കണ്ടിട്ടുണ്ട്, ബാർബർ ഷോപ്പ് കണ്ടിട്ടുണ്ട്. അപ്പൊ ആസിഫ് അലി കുറച്ച് അത്യാവശ്യം സംസാരിക്കുന്നുണ്ട്, എന്തൊക്കെയാണ് ശേഷം ഇതിൽ നിൽക്കുന്നുണ്ട്. ചാക്കോച്ചനെ എനിക്ക് കണ്ടിട്ട് ടെൻഷനാവണേ. അങ്ങനെ ബീച്ചില് ഫുൾ കയറൊക്കെ കിട്ടിയ നല്ല ആൾക്കാരുണ്ട്. ഷൂട്ടിലാണ് കയർ കെട്ടി ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ചെല്ലുമ്പോ ബാബു ഏട്ടാ കണാരേട്ടാ അടിച്ചു പൊളിക്കണേ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ. ഗ്രൗണ്ട് സപ്പോർട്ട് നല്ലുണ്ട്. ചാക്കോച്ചിന് മനസ്സിലാവില്ല ഇവൻ എന്താ ചെയ്തതെന്ന്. ഇവൻ ഞാനാണെങ്കിൽ ആക്ഷൻ എന്ന് പറയുമ്പോഴേക്ക് പിന്നെ തെറ്റിപ്പോണെന്ന് പറഞ്ഞ ടെൻഷൻ, ചാക്കോച്ചനുള്ള ടെൻഷൻ. പിന്നെ ഞാൻ ഓവർ ഭയങ്കര ലൗഡായിട്ട് സംസാരിക്കില്ല. അപ്പൊ ചാക്കോച്ചന്റെ ഒന്നും കുറച്ചെങ്കിലും ഒന്ന് വാതൊന്ന് സംസാരിക്കും, എന്നാലേ മനസ്സിലാവുള്ളൂ എന്ന് പറയും. അപ്പൊ ഓംലേറ്റ് അടിക്കണം, ദോശ ഇടണം ഒക്കെ കൂടി ആകുമ്പോൾ ആക്ടിവിറ്റീന്റെ ഇടയ്ക്ക് ഡയലോഗ് ആകുമ്പോൾ പ്രശ്നമാകും. ഡയറക്ടർ കട്ട് പറയും. ലാൽജോ സാർ ഇരിക്കുന്നത്, സിന്ധുരാജേട്ട ഇരിക്കുന്നത്, എല്ലാ റൈറ്റർ സിന്ധുരാജേട്ട ഇരിക്കുന്നത്, എല്ലാവരും ഇരിക്കുന്നത്. 2 മണി വരെ 12:30 ആയപ്പോ വരെ എണീറ്റ് പോയി. ഒരു നടക്കൂല. ഗ്രൗണ്ട് സപ്പോർട്ട് ആണെങ്കിൽ ഫുള്ള് ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ട്. ഈ ഓംപ്ലേറ്റ് ആണ് ഇയാളാണ് കഴിക്കുന്നുണ്ട്. 32 അടിച്ച് ഇയാൾ 32 കഴിച്ചു. ദൈവമേ. അത് കഴിഞ്ഞ് അന്ന് ഷൂട്ട് കഴിഞ്ഞൊക്കെ നൈറ്റാ ഷൂട്ട്. ഞാൻ കുഞ്ഞിരാമായണം. അപ്പൊ നമ്മളെ അപ്പൊ എന്റെ ഒരു ഞാൻ എങ്ങനെയാ ചെയ്യുന്നതെന്നുള്ള ഒരു എന്റെ പരിപാടികളൊന്നും കണ്ടില്ല ഈ ഡയറക്ടർ. അപ്പൊ നമ്മൾ ശ്രീജിത്ത് ഗുരുവായൂരുണ്ട് മേക്കപ്പ്. ശ്രീജിത്ത് ഗുരുവായൂർ പറഞ്ഞു ആയിക്കോട്ടെ, നമ്മൾ ഹരീഷ് ഭായിനെ കുഞ്ഞിരാമായണം എന്ന് പറഞ്ഞ പടം ഇറങ്ങിയിട്ടുണ്ട്, അപ്പം ഒന്ന് പോയി കണ്ടിട്ട് മൂപ്പർ എങ്ങനെയാ ഉപയോഗിച്ചതെന്നൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് അതിന്റെ ഐഡിയ കിട്ടും പറഞ്ഞു. അപ്പൊ ഇവരൊക്കെ എന്നെ മാറ്റാന്നുള്ള തീരുമാനത്തിലെത്തി. വേറെ ഹരിശ്രീശ്വരനെ വിളിക്കുക, അല്ലെ വേറെങ്കിലും പാഷാണത്തിന് വിളിക്കുക. അന്ന് പാഷാണം ഇങ്ങനെ മറ്റേ വെള്ളിമൂങ്ങി ഇറങ്ങിയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ ഡയറക്ടർ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ 3 ദിവസമായിട്ടുള്ള അഭിനയിച്ചിട്ട് ഒഴിവാക്കാൻ, ഞാൻ പോയിക്കളാം, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ സന്ധ്യയുടെ അടുത്ത് വൈഫിന്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ ഈ പരിപാടിക്കേ ഇല്ല, സിനിമയിൽ അഭിനയിക്കാന്ന് പറഞ്ഞ പരിപാടിക്കേ ഞാനില്ല, ഞാൻ വേറെ ഇവിടെ എന്തേ മണിക്ക് പോവാന്നല്ലാതെ പ്രോഗ്രാമിന് പോവാന്നല്ലാതെ ഞാൻ സിനിമയിലേക്കില്ല കേട്ടോ എന്ന് പറഞ്ഞു. പ്രാഞ്ചേട്ടൻ സിനിമയിലും നമുക്ക് പറഞ്ഞ പോലെ എളുപ്പല്ലേ ഇജാതി ഒരു സാധനങ്ങൾ കിട്ടാനല്ലേ. അത് കഴിഞ്ഞ് അങ്ങനെ പിന്നെ ഇവരെല്ലാരും നിർബന്ധിച്ച് കുഴപ്പമില്ല അങ്ങനെ എന്ന് അഭിനയിച്ച്
അതിന്റെ ഇടയ്ക്ക് പിന്നെ അജൂർഗീസ് ഒരു ദിവസം വിളിക്കുന്നു, ചേട്ടാ എന്താ പരിപാടി? ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ ഒരു പടത്തിൽ ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചേട്ടൻ ഞാൻ രഞ്ജിത്തേട്ടൻ വിളിക്കും, ചിപ്പി രഞ്ജിത്തേട്ടൻ വിളിക്കും എന്ന് പറഞ്ഞു. അപ്പൊ രഞ്ജിത്തേട്ടൻ വിളിച്ചു, ഹരീഷ് എന്താ പരിപാടി? ഞാൻ പറഞ്ഞു ഇവിടെ ഒരു ബീച്ചിൽ ഷൂട്ട് എടുക്കുന്നത്, രാജമ്മാശിയാവും. അപ്പൊ അതിന് നൈറ്റാ ഷൂട്ട്. അപ്പൊ ഒരു കാര്യം എത്ര മണിയാണ്? ഞാൻ പറഞ്ഞു 2 മണി വരെ. ഓക്കെ ശരി, അവിടെ ഒരു ഇന്നോവ വരും, അതിൽ കയറി നേരെ എറണാകുളത്തേക്ക് പാട്ട് പറഞ്ഞു. എന്നാലും അങ്ങനെ ഞാൻ പിന്നെ കൺട്രോളിന്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു പരിപാടി വിളിച്ചിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടത്? അപ്പൊ ഇവിടെ കംപ്ലീറ്റ് തെറ്റിച്ച് കൊളാക്കി വേറെ സ്ഥലത്തും പോയിട്ട് പണി കൊടുത്തോന്നൊക്കെ പറഞ്ഞ് കുറെ ചീറ്റിങ് കേട്ട്. അങ്ങനെ ഒരു ഇന്നോവ വന്ന് ഞാൻ അവിടെ കയറിപ്പോയി. ചിലപ്പോ ഷാഫിസാറ പടം ടു കൺട്രീസ് ദിലീപേറിന് ആദ്യമായിട്ട് കാണുന്നു. അവിടെ ദിലീപേറിന്റെ ഷാഫിസാറിന് ഭയങ്കര സപ്പോർട്ട്, ഹ്യൂമർ സപ്പോർട്ടാണല്ലോ. അപ്പൊ ദിലീപേട്ട ഓരോ സാധനങ്ങൾ ഡെവലപ്പ് ചെയ്ത് ഞാനും എന്റെ ഇടയ്ക്ക് ഞാനും പറയുന്നു 4 മണിയുടെ ഷൂട്ട് പോയി. ഷൂട്ട് കഴിഞ്ഞ് ഞാൻ നേരെ തിരിച്ചു ഇന്നോവയിൽ ഇവിടെ വന്നപ്പോ ചാക്കോച്ചൻ ആശുപത്രി വെയിറ്റ് ചെയ്യുന്നില്ലേ. ഓംലെറ്റ് ഉണ്ടാക്കണല്ലേ? ഇനി ഓംപ്ലേറ്റ് ഉണ്ടാക്കണ്ടേ ഇവിടെ. അങ്ങനെ ഇവിടെ ഒരു വിധത്തിൽ അത് ഒപ്പിച്ച് ചെയ്ത് അത് കഴിഞ്ഞ പിറ്റേന്നൊരു സീനിൽ ഞാൻ ഒരു വീടിന്റെ ചുറ്റും ഓടുന്ന സീനിൽ ഞാൻ വഴുതി വീണ് കൈ പ്രശ്നമായി. അങ്ങനെ ഞാൻ 3 ദിവസം ഷൂട്ടിനില്ലാന്ന് പറഞ്ഞു. അപ്പോഴേക്കും സോൾസ് മാങ്കോട്ടറി എന്ന് പറഞ്ഞ പടം നടക്കുന്നുണ്ട് വിജയന്റെ മെഡിക്കൽ ഷോപ്പില്. അപ്പം കൈക്ക് കെട്ടൊക്കെ ഉണ്ട്, ഇവിടുന്ന് കെട്ടി വീട്ടിലാക്കി തന്നു ഈ ലൊക്കേഷന്ന്. പിറ്റേന്ന് രാവിലെ എങ്ങനെയുണ്ട് എന്തായി കൈന്ന് കഴിക്കാൻ വേണ്ടി വിളിച്ചപ്പോ ഞാൻ പറഞ്ഞ തിരുവനന്തപുരത്തല്ല അഭിനയിച്ചുകൊണ്ടൊക്കെയാന്ന് പറഞ്ഞു. അടിപൊളി. ഏതാ പിന്നെ ഒരു സാൾട്ട് മാങ്കോട്ടറി നമ്മുടെ ഈ മെഡിക്കൽ ഷോപ്പില് സൂചി കുത്തണ സ്ഥലമൊക്കെയല്ലേ? ആ അതന്നെ, ഒരു ഉറുമ്പ് 2 ഉറുമ്പ് അത് അങ്ങനെ. അപ്പൊ ചാക്കോച്ചൻ പിറ്റേ ഇവിടെ വന്ന് ജോയിൻ ചെയ്ത എവിടെയാണ്? ഞാൻ തിരുവനന്തപുരത്ത്. ഓഹോ അവിടെ ഷൂട്ട് എടുത്തില്ലേ? ഇതിന്റെ ഇടയ്ക്ക് എവിടെ പോയിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് എറണാകുളത്ത് ദിലീപ് അവിടെയുണ്ടോ? ഓഹോ ശരി. അത് വെച്ച് ഞാൻ രാജമാറ്റി അവിടെ ഡബ് ചെയ്തിട്ട് ലാലേട്ടന്റെ താവങ്കൂർ ഹോട്ടലില് താമസിക്കാം. അപ്പൊ അവിടെ ചാക്കോച്ചൻ ഏതൊരു പടത്തിന്റെ പ്രൊമോഷൻ കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്നു. ഞാൻ താഴെ കുളിച്ച് ഫ്രഷായി താഴെ ഇങ്ങനെ റിസപ്ഷന്റെ അവിടെ ഇങ്ങനെ ഇരിക്കാം. ചാക്കോച്ചൻ എന്താ അവിടെ പരിപാടി വെച്ച്? ഞാൻ ഇവിടെ ഷൂട്ട് എടുക്കുന്നുണ്ട്. എവിടെ? ഇവിടെ എറണാകുളത്ത്. ആണോ? അന്ന് ചെയ്ത 2 കൺട്രീസ് ബാലൻസ് കൊറേ ബിരിയാണി കൊടുക്കേണ്ടി. അപ്പൊ ഞാൻ പറഞ്ഞ ലൊക്കേഷനിൽ ഒരു ബിരിയാണി കൊടുത്തിട്ടുണ്ടായി. രാജമ്മ അറ്റിയാഹുല് എല്ലാവർക്കും നമ്മളെ കോഴിക്കോട് വന്നപ്പോ നമ്മളെ കോഴിക്കോടിന്റെ ഒരു ബിരിയാണി കൊടുക്കാന്നുള്ളതില് എല്ലാവർക്കും ലൊക്കേഷനില് 10-200 പേർക്ക് ബിരിയാണി കൊടുത്തിട്ടുണ്ടായി. അപ്പൊ ഇപ്പൊ ചാക്കോച്ചൻ കൊറേ ബിരിയാണി ചെലവാകുമല്ലോ. നമ്മളെ തെറ്റിച്ചിട്ടെന്നല്ലേ? അതെ. എന്റെ അമ്മേ, അത് പൊളിച്ചെന്തായാലും. തൽക്കാലത്തേക്ക് നമുക്കൊരു പാട്ടൊക്കെ കേട്ടിട്ട് തിരിച്ചു വരാം അല്ലേ ചേട്ടാ? ഓക്കെ, അപ്പൊ എന്തായാലും കേട്ടുകൊണ്ടേയിരിക്കൂ. ഇന്ന് SK ഹോട്ട്സ്പോട്ടിൽ നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം ഹരീഷ് കണാരൻ. 89.6 FM സർഗക്ഷേത്ര. SK ഹോട്ട്സ്പോട്ട്. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട്. ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം ഹരീഷ് കണാരൻ ചേട്ടനാണ്. പിന്നെ നമ്മുടെ 2 കൺട്രീസിന്റെ സെറ്റില് ദിലീപേട്ടനെ കണ്ടപ്പോ ഇമിറ്റേറ്റ് ചെയ്തായിരുന്നോ? 2 കൺട്രീസും സെറ്റില് ദിലീപേട്ടൻ. അപ്പൊ ഞാൻ ദിലീപ് ഫാൻസ് അസോസിയേഷനിലൊക്കെ ഉള്ള ആളാണ് ഇവിടെ കോഴിക്കോട്. അപ്പം പാണ്ടിപ്പട പിന്നെ അങ്ങനെ കുറെ പടത്തിന് നമ്മളെ പിന്നെ കൊച്ചി രാജാവ് ഇതിനൊക്കെ തിയേറ്റർ അലങ്കരിക്കലും ചെണ്ട കൊട്ടയൊക്കെ കൊട്ടാൻ ആളെ ഏൽപ്പിക്കലും അവിടെ ആഘോഷം ഉണ്ടാക്കലും ഒക്കെ നമ്മളെ. അപ്പൊ അങ്ങനെ അപ്പൊ ഇവിടുന്ന് എന്റെ ഫ്രണ്ട് രൂപേഷ് ദിലീപേട്ടനെ വിളിച്ചു വരുന്നത് നമ്മളെ ഫാൻസിന്റെ ആളാക്കുന്നു. ദിലീപേട്ടൻ ചോദിച്ചാൽ അത് ഞാൻ പറഞ്ഞു ഞാനാണ് വീട്ടിൽ നിന്ന് വാഴയൊക്കെ വെട്ടിക്കോ തിയേറ്റർ അലങ്കരിക്കില്ലെന്ന് പറഞ്ഞു. എന്റെ വീട്ടിൽ നിന്ന് വാഴയൊക്കെ വെട്ടിക്കൊണ്ടാവില്ല ഞങ്ങളെല്ലാരും. അമ്പോ തകർത്തു. അല്ല ഞാൻ ചോദിക്കുന്നതേ, ദിലീപേട്ടനെ ഇമിറ്റേറ്റ് ചെയ്യുന്നത് ചേട്ടന്റെ മുന്നിൽ പെർഫോം ചെയ്തായിരുന്നോ? ഇല്ല, പെർഫോം ചെയ്തില്ല. അപ്പം പിന്നെ ദിവസം ചെയ്ത്. അപ്പൊ ദിലീപേട്ടൻ പറഞ്ഞപ്പോ കണ്ണിങ്ങനെ നിറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ എന്റെ അടുത്ത് പറഞ്ഞേ മോനെ, അപ്പൊ ഷൂട്ടൊക്കെ കഴിഞ്ഞപ്പോ എന്റെ അടുത്ത് പറഞ്ഞു മോനെ ഈ സിനിമയിൽ ശ്രദ്ധിക്കാൻ കേട്ടോ. അപ്പൊ ഞാൻ മനസ്സിൽ പറഞ്ഞു സിനിമ ശ്രദ്ധിക്കാൻ സിനിമയൊന്നും വന്നില്ല വേറെ.
ശ്രദ്ധിക്കണം എന്നുണ്ട്, പക്ഷെ വരണ്ടേന്നല്ലേ? അതെ. പക്ഷെ അതിന്റെ ശേഷമാണ് ഇപ്പൊ ഈ ഇത് കഴിയുമ്പോ പിന്നെ ഇത്രയും പടം വന്ന് രാജമറ്റ റിലീസ് ചെയ്തപ്പം പിന്നെ ഇതേ ഡയറക്ടറും പിന്നെ സിന്ധുരായറിനും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഹരീഷെ ആ ക്യാരക്ടർ ഹരീഷിന് വേണ്ടി എഴുതാൻ പറ്റി, ഞാൻ ഇപ്പം ഹാപ്പിയാണ് കേട്ടോ. കാരണം തിയേറ്ററിൽ നല്ല കയ്യലുണ്ടായി. അപ്പോഴേക്ക് പിന്നെ വരിക്ക് കുഞ്ഞിരാമായണം ഇറങ്ങി, സാൾട്ട് വെങ്കോട്ട് ഇറങ്ങി, രാജമ്മ ഇറങ്ങി, 2 കൺട്രീസ് ഇറങ്ങി. അപ്പോഴേക്ക് കിങ് ലെയർ വന്ന്, പിന്നെ ഒപ്പം ചെയ്ത്, മരുഭൂമിയിലാണ് ചെയ്ത്. അങ്ങനെ നല്ല ഡയറക്ടേഴ്സിന്റെ കുറെ പടങ്ങള്, പ്രിയദർശൻ സാറ്, അങ്ങനെ VKP, അങ്ങനെ ഇപ്പൊ നല്ല ഡയറക്ടേഴ്സിന്റെ കുറെ, ഷാഫി സാറ്, പിന്നെ നമ്മളെ സിദ്ദിഖ് സാറ് സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ലാൽ സാറ് ഡയറക്ട് ചെയ്തിട്ട് കിങ് ലെയർ. അങ്ങനെ ഒരുപാട് നല്ല പടങ്ങള് കുറെ ചെയ്യാൻ പറ്റി. ഓക്കെ, എന്തായാലും പുഷ്പുവിനെയും ഈ ഒരു സമയത്ത് പുഷ്പുവിന്റെ ക്യാരക്ടർ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അതുകൂടി എന്തായാലും പറഞ്ഞേക്കാം. പ്രത്യേക സാഹചര്യത്തിൽ അച്ഛനെ അടിച്ചു എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഈ എന്താണ് തൊള്ളയുടെ വലുപ്പം കൂട്ടിയോണ്ട് എങ്ങനെയാണ് പ്രോഫിറ്റ് കിട്ടണത്? തൊള്ള മാത്രം അതെ അതെ. അപ്പൊ എന്തായാലും ഒരു ബിസിനസ് ഐഡിയ കൂടി പറഞ്ഞു തന്ന പുഷ്പുവിന് വേണ്ടി നമുക്കൊരു പാട്ട് അങ്ങോട്ട് കൊടുത്തേക്കാം. കൂടുതൽ തന്നെയാണ് SK ഹോട്ട്സ്പോട്ടിൽ 89.6 FM സർഗക്ഷേത്ര. SK ഹോട്ട്സ്പോട്ട്. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട്. ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം ഹരീഷ് കണാരൻ ചേട്ടനാണ്. ഹരീഷ് ചേട്ടന്റെ കുറേയധികം സെറ്റിലെ വിശേഷങ്ങളും ബിരിയാണി വാങ്ങിച്ചു കൊടുക്കലും ഒക്കെ നമ്മൾ കേട്ടായിരുന്നു. ഇനി എനിക്ക് ചോദിക്കാനുള്ളത് ഇംപ്രവൈസേഷൻസിനെ പറ്റിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ ഏറ്റവും മുൻപ് നമ്മൾ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു, അതായത് ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല ഹ്യൂമർ ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ മലയാളത്തിൽ തന്നെ ഏറ്റവും മികച്ചൊരു ഹ്യൂമർ ഏറ്റവും കൂടുതൽ അടിപൊളിയായിട്ട് ചെയ്യുന്നത് നമ്മുടെ ജഗതി ചേട്ടനാണ്. ചേട്ടന്റെ ഒരു പെർസ്പെക്റ്റീവില്, നമ്മുടെ എല്ലാവരുടെയും പെർസ്പെക്റ്റീവില്. അപ്പോൾ ജഗതി ചേട്ടൻ ഈ ഒരു ഇംപ്രവൈസേഷന്റെ കാര്യത്തിൽ പുപ്പുലിയാണ് അല്ലെ? സാധാരണ സ്ക്രിപ്റ്റ് എഴുതില്ല എന്ന് പറയുന്നുണ്ട്. കാരണം സീൻ മാത്രമേ പറഞ്ഞു കൊടുക്കുള്ളൂ, ബാക്കി ഡയലോഗ്സ് ഫുള്ള് കൈന്നിടലാണ്. ഓക്കെ. അതുപോലെ ഇപ്പൊ ഞാൻ അതേ ഒരു സിമിലർ ക്വസ്റ്റ്യൻ ചേട്ടന്റെ അടുത്തും ചോദിക്കുകയാണ്, ഏതെങ്കിലും സിനിമകളിൽ ഇതുപോലെ സ്പോട്ട് ഇംപ്രവൈസേഷൻ ചെയ്തിട്ടുണ്ടോ? കുറെ പടത്തിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ഈ സോൾട്ട് മാങ്കോട്ടറിയിലൊക്കെ ഉള്ള കുറെ സാധനങ്ങൾ അങ്ങനെയുള്ളതാ. ഈ ഇഞ്ചക്ഷന്റെ അതുപോലെ അങ്ങനെ ഒരുപാട്. പിന്നെ ചൈൽഡ് ലേബർ എന്ന് കേട്ടിട്ടുണ്ടോ? ഇതാണ് സാധനം എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടിക്കാണ് 3 നേരം വലിയ അങ്ങനത്തെ സാധനം കുറെ സംഭവങ്ങള്. അത് അന്ന് ആ സമയത്തൊക്കെ ഡയറക്ടറും വിജയം ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ട്, അതാണ് ഇത് എല്ലാത്തിനും നമുക്ക് ഒരുമിച്ചുള്ളതാണ്. അപ്പൊ നമ്മൾ ടീമാണെങ്കിൽ ഞങ്ങൾ 5 പേര് ഒരുമിച്ചിരിക്കുമ്പോൾ ഒരു നല്ല സംഭവം ഉണ്ടാവുള്ളൂ. ഒരാളെ കൊണ്ട് ഒരിക്കലും ഒരു സംഭവം ചെയ്യാൻ പറ്റില്ല. നമുക്കൊരാൾ സപ്പോർട്ട് വേണം, ഒരാളെ അഭിപ്രായം പറയാൻ വേണം, ഒക്കെ വേണം. അപ്പോഴേ നമ്മൾ ഒരാഴ്ചയൊക്കെ ഇരുന്നിട്ടാണ് ഒരു സ്കിറ്റ് ഒരാഴ്ച വെച്ചാൽ ചിലപ്പോൾ ഒരാഴ്ച ഇരുന്ന ഒരു സ്കിറ്റ് ആവില്ല, പിന്നെ അടുത്ത ആഴ്ച ഇരിക്കും, ചിലപ്പോൾ ഒരൊറ്റ ദിവസം കൊണ്ട് സ്കിറ്റ് ആവും. അപ്പൊ കുറെ 2 കൺട്രീസിനകത്ത് തന്നെ പിന്നെ ഞാൻ കള്ള വോട്ട് ചെയ്യുന്ന പറയുന്നുണ്ട്. അപ്പൊ അജു വർഗീസ് എത്ര വോട്ട് ചെയ്യാൻ പറ്റുന്നു? അപ്പൊ ഞാൻ അത് കയ്യിൽ നിന്ന് ഇട്ടതാ, പിടിച്ച് ജയിലിലാക്കുന്നവരെ ചെയ്താൽ പോലെയാണ്. അത് ഭയങ്കര സ്പോട്ടായിരുന്നു കേട്ടോ. നമ്മൾ കേൾക്കുമ്പോ അത് കറക്റ്റ് ആയിട്ട് ഓട്ടോമാറ്റിക്കലി ചിരി വരുന്ന രീതിയിൽ തന്നെ അത് കിട്ടുകയും ചെയ്തു. ഓക്കെ. അതുപോലെ ചേട്ടാ, എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ശിക്കാരി ശംഭുവിലെ ഷാജി. എന്താവോ വിഷമം കണ്ടറിയില്ലേ, വാച്ച് പോയിണ്ടാവും. നമ്മുടെ വാച്ച് നഷ്ടപ്പെട്ട് പുലി പിടിച്ച് കൊണ്ടുപോയി എന്ന് പറയുന്നതിന് പകരം നല്ല വിഷമം ഉണ്ടാവും, വാച്ച് പോയിണ്ടാവും. അല്ലാണ്ട് പിന്നെ എന്തിനത്ര കഷ്ടപ്പെടണേ എന്നുള്ള രീതിയിലുള്ള സാധനമൊക്കെ. അതെ, അതാണ് കറക്റ്റ്. മുക്കരട്ട് കരയില്ലല്ലോ. ശരിക്കും എന്താണ് ആ വേർഡിന്റെ മീനിങ്? നമ്മളിപ്പം അത്രയും പിന്നെ വയലന്റ് ആയിട്ട് കരയില്ല എന്നുള്ള ഇതല്ലേ, ചങ്ക് പൊട്ടി കരയാന്നൊക്കെ പറഞ്ഞ പോലെ അല്ലേ? ചങ്ക് പൊട്ടി കരയാന്നൊക്കെ പറയുമ്പോൾ കോഴിക്കോടത്തെ ഒരു ഇതാണ് മുക്കരട്ട് കരയില്ല എന്നുള്ളത്. ഓക്കെ. അപ്പോ നമുക്കിനി എനിക്ക് തോന്നുന്നു നമ്മുടെ കണാരൻ ചേട്ടൻ ഇവിടെ ടിക്കറ്റ് എടുത്ത് എത്തിയിട്ടുണ്ടെന്ന്. കണാരൻ ചേട്ടന്റെ ഒരു ചെറിയ ഡയലോഗ് ഒക്കെ കേൾക്കാൻ പറ്റുമോ? നമ്മളിപ്പോ കണാറിന്റെ കുറെ സംഭവങ്ങള് പിന്നെ നമ്മൾ ഓൾറെഡി ഇതിൽ ചെയ്തേ, കണാറ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഓരോ സ്ഥലത്ത് ചെന്നാൽ നമ്മളിപ്പോ ഓസ്ട്രേലിയക്ക് ചെന്നപ്പോ അവിടുത്തെ കുറെ കാര്യങ്ങളാണ് നമ്മൾ അവിടെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് സ്റ്റേജിൽ. അപ്പം അവർക്കത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. ഭയങ്കര അവരെ പറ്റി പറയുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ അവിടുത്തെ ഓസ്ട്രേലിയയിലെ ഏറ്റവും കൂടുതൽ നേഴ്സുമാര് ഓസ്ട്രേലിയ ഉണ്ടായ അപ്പൊ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾ ഇവിടുന്ന് ഇവിടെ കുറെ പ്രശ്നക്കാരായ കുറെ ബ്രിട്ടീഷുകാരെ, ഞാന് വല്ലഭായി, മോത്തിലാല്, ഞങ്ങൾ എല്ലാരും കൂടി രുചു കയറ്റിയിട്ട് ബേപ്പൂരിന്ന് രുചു കയറ്റിട്ട് നേരെ ഇവര് ഇങ്ങനെ പോയി കുറെ കഴിഞ്ഞപ്പോ ഞാൻ വല്ലഭായിനോട് അതാ ഒരു കര കാണണ്ട അവിടെ അടുപ്പിച്ചു വന്നു. അതാണ് ഓസ്ട്രേലിയ.
ഓക്കെ. അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഇപ്പോ ഓരോ സ്ഥലത്ത് ചെന്നാലും അവർക്ക് റിലേറ്റബിൾ ആവുന്ന സാധനം ഐ മീൻ ആ ഒരു കണ്ടന്റ് കൊടുത്താലേ നമുക്ക് കൈയടി കിട്ടുള്ളൂ അല്ലേ? കൈ കിട്ടില്ല. അപ്പം അവിടെ ഇറങ്ങി കഴിഞ്ഞപ്പോ ഞങ്ങൾ ഇങ്ങനെ ബീച്ചിൽ കൂടി ഇങ്ങനെ നടക്കുന്ന സമയത്തുണ്ട് ഒരു തിളക്കം ദിലീപൻ അതല്ല അവര് പിന്നെ 916 ഞാൻ കുഴിച്ചപ്പോ സ്വർണം, വള, മാല, കമ്മല്, ഡിസ്ബാസിന്റെ സാധനങ്ങൾ മൊത്തം. അപ്പൊ ഞാൻ കുഴിക്കാൻ ആളെ തരില്ല. അപ്പൊ തന്നെ പിന്നെയും ഇപ്പൊ ഒരു കുട്ടി കുറെ മലയാളികളെ കൊണ്ടുവന്നു. ഞാൻ ഇവർക്ക് കുഴിക്കാൻ തുടങ്ങിയ സമയത്ത് എല്ലാരും കയ്യും കാലൊക്കെ അവര് സ്വർണം കണ്ട ആർത്തിയാണ്. സ്വർണം കണ്ട പാർട്ടി കൂടിയപ്പോ കയ്യും കാലൊക്കെ മുറിയാൻ തുടങ്ങി. അങ്ങനെ ഞാൻ കുറച്ച് നേഴ്സുമാർ ഇറക്കി. അങ്ങനെയാണ് ഇവിടെ നേഴ്സുമാർ വന്നത്. എന്റെ അമ്മോ, മുറിവൊക്കെ ഉണക്കാൻ വേണ്ടിട്ടാണ് നേഴ്സുമാർ അവിടെ എത്തുന്നതല്ലേ? അങ്ങനെയായി മാറി. അപ്പം ഇവിടുത്തെ നമ്മളെ നാട്ടിലെ നേഴ്സുമാര് പ്ലക്കാരും പിടിച്ചിട്ട് നിൽക്കുകയാണല്ലോ ഹോസ്പിറ്റലിന് മുന്നില്. ഇവിടെ എന്ന് പറഞ്ഞാൽ നേഴ്സുമാർക്ക് ഭയങ്കര വലിയ അവിടുത്തെ മാലാകമാരാ നേഴ്സുമാര്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷായിരിക്കും. സന്തോഷം. അങ്ങനെയാണ് നമ്മളിപ്പോ സ്കിറ്റ്. പിന്നെ ഓസ്ട്രേലിയയുടെ ഓണം നടക്കുമ്പോൾ ഞാൻ നിർബന്ധമാണ്. അത് ഓണം നടക്കുന്ന പറഞ്ഞാല് ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, വാമനൻ മഹാബലിയും ചവിട്ടി താത്തി. ഒരടിയില് ഭൂമി അളന്ന്, രണ്ടാമത്തെ അടിയില് പിന്നെ ആകാശം അളന്ന്, മൂന്നാമത്തെ അടി മഹാബലിന്റെ തലയിൽ കാല് വെക്കുമ്പോഴാണ് എന്റെ എൻട്രി. അന്നും ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞ് ചവിട്ടി താത്താൻ നിൽക്കട്ടെ, ഒരു കണ്ടീഷൻ വെച്ചിട്ട് താത്തിച്ചാണ്. അപ്പൊ ഞാൻ വാമനോട് പറഞ്ഞു 30 കൊല്ലത്തിൽ 10 ദിവസം വരാനുള്ളൊരു പെർമിഷൻ കൊടുക്കണം. ഞാൻ മഹാബലിന്റെ ഒറ്റയ്ക്ക് വരുവാണ്. 30 വരാനും സംഭവിച്ച അപ്പത്തിന് അഗ്രിമെന്റ് ചെയ്ത് ഒപ്പിട്ട് ചവിട്ടിക്കോ കൊട കൂട്ടിക്കാണ് ചവിട്ടിക്കോ. അങ്ങനെയാണ് മഹാബലിക്ക് ലീവ് കിട്ടണത് അല്ലേ പാതാളത്തിന്ന്? ഞാൻ മഹാബലിക്ക് ലീവ് കിട്ടുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ കണാരേട്ടൻ ഒരു ചിരഞ്ജീവിയാണെന്ന്. ഏത് യുഗത്തിലും ഏത് കാലഘട്ടത്തിലും ഇയാളുണ്ട്. അതെ, എനിക്ക് തോന്നുന്നു കൂടുതലും പാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ് കൂടുതലും കണാരേട്ടന്റെ ഇടപെടലുകൾ വന്നിട്ടുള്ളതെന്ന്. ഇനിയിപ്പോ ഫ്യൂച്ചറിൽ AI ഒക്കെ വന്ന സ്ഥിതിക്ക് റോബോട്ടും അങ്ങനത്തെ എന്തെങ്കിലും പരിപാടികൾ പ്ലാൻ ചെയ്യുന്നുണ്ടോ? അങ്ങനത്തെ കണക്ട് ചെയ്തിട്ട് പോകണം. കാരണം പിന്നെ ഞാനിപ്പോ ഡൽഹിയിൽ ഞാൻ അവിടുന്ന് താജ്മഹലിന് കുളിയൊക്കെ കഴിഞ്ഞ് വരും. താജ്മഹലിൽ കുളിക്കാൻ, താജ്മഹൽ ഹോട്ടലാ. താജ്മഹലിന്റെ കഥ എന്ന് പറഞ്ഞാല് പണ്ട് പിന്നെ പെട്ടെന്ന് എനിക്കൊരു കുറച്ചൊരു കുതിര സന്ദേശം, കുതിരപ്പുറത്ത് ആ ഒരു കത്ത് അർജന്റ് ഇമ്മീഡിയറ്റ്ലി ഫ്രം ഷാജഹാൻ. അത് ഷാജഹാൻ പെട്ടെന്ന് ഡൽഹിയിലില്ല. അങ്ങനെ ഞാൻ ചെന്നപ്പോ അവിടെ വലിയൊരു നടക്കുക, സന്താനം നടക്കുക. എന്താണ്, ഷാജഹാന്റെ പെണ്ണുങ്ങൾക്ക് ഒരു പുര ഉണ്ടാക്കണം. പുരയോ? ഒരു വീട്. അങ്ങനെ അതിന് പ്ലാൻ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ആര് വരച്ചൊന്നും എടുക്കാവില്ല. അവസാനം ഞാൻ ഒരു കടലാസ് കണ്ടെടുത്ത് എന്നിട്ട് വരച്ച അടിയിൽ പേര് വെക്കുന്നത് താജ്മഹൽ. അതാ താജ്മഹൽ. ഞാനല്ല അതിന്റെ പ്ലാന്. അപ്പൊ തന്നെ ഷാജഹാന്റെ അടുത്ത് പറഞ്ഞ്, കണാരട്ട ഡൽഹിയിൽ വന്ന് ഞങ്ങൾക്ക് താജ്മഹലിൽ താമസിക്കാൻ പറ്റുള്ളൂ, അവിടെ നിൽക്കണം. അവിടെ നിങ്ങൾക്ക് എനിക്കൊരു മുറി ഉണ്ട്, അവിടെ കണാരൻ മുറി എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഡൽഹി പോയ അവിടെയല്ലേ നിൽക്കല്. എന്റെ പൊന്നെ, കാണാറിനെത്താത്ത സ്ഥലങ്ങളില്ല, സമയങ്ങളില്ല, ഒന്നുമില്ല. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. ഇനിയിപ്പോ കേരളത്തിൽ ചെന്ന് ഇനിയിപ്പോ മുഖ്യമന്ത്രിയായിട്ട് ചർച്ച ചെയ്യാൻ എന്തിന് കേരളയിൽ നിർത്തിയില്ലേ? ആ കേരളയിൽ രണ്ടാമത് തുടങ്ങാണ്. കേരളയിൽ എന്ന് പറഞ്ഞാൽ എന്താ? കേരളയിൽ എന്ന് പറഞ്ഞാൽ കേരളം അറിയില്ല, കണാരൻ ട്രെയിൻ. എന്തായാലും ഞാൻ ഒരു ഡൗട്ട് കൂടി ചോദിച്ചോട്ടെ ചേട്ടാ, കറക്റ്റ് ഈ കണാരൻ എന്നുള്ള പേര് ആരാണ് ഇട്ടത്? ചേട്ടൻ തന്നെയാണോ? കണാരൻ ആ ക്യാരക്ടറിന്റെ പേര് രജീഷ് കണാരൻ ഇട്ടത് ബിജു മേനോൻ ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. ഹരീഷ് കണാരൻ എന്നിട്ട് പേര് ആദ്യത്തെ സിനിമയിലൊക്കെ പിന്നെ ഒപ്പം കഴിഞ്ഞിട്ടാണെങ്കിൽ മരുഭൂമിയിലാണ് ജോയിൻ ചെയ്യുന്നത്. ഒപ്പം അതിലെ ഹരീഷ് പെരുമണ്ണിയാണ്. പിന്നെ ബിജുവേട്ടൻ പറഞ്ഞാൽ അനക്ക് ഭാഗ്യം കൊണ്ടുവന്നൊരു ക്യാരക്ടർ കണാരനല്ലേ, ഒരു കാര്യം ഹരീഷ് കണാരൻ്റെ. അങ്ങനെ അന്ന് മുതൽ മരുഭൂമിയിലാണ് അതിന്റെ അകത്ത് പിന്നെ വന്നത് ഹരീഷ് കണാരൻ എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ വന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. ശരിക്കും കണാരൻ എന്നുള്ള പേര്, ആ ക്യാരക്ടറിന് കണാരൻ എന്നുള്ള പേരിട്ടത് ആരായിരുന്നു? പിന്നെ അത് നമ്മൾ ആദ്യത്തെ ആ ഒരു ക്യാരക്ടർ കണാരൻ, ഒരു നമ്മൾ കുറെ മുന്നേ സ്വാതന്ത്ര്യ സമര സേന എന്നുള്ള ഒരു ക്യാരക്ടർ, അങ്ങനെ കണാരൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉണ്ടായിരുന്നു. കുറെ ആൾക്കാർ ഇങ്ങനെ ചെറുതെ അന്ന് ഈ വിടലടിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ സ്റ്റേജിൽ വന്നിട്ട് 2-3 വിടലുകൾ പറഞ്ഞു പോകുന്ന ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. കലാഭവൻ, കൃഷ്ണൻ കലാഭവൻ ആണ് അത് ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ നമ്മളിങ്ങനെ ക്യാരക്ടറായിട്ടൊന്നും ഇല്ല, പ്രായമായി ജസ്റ്റ് വന്നിട്ട് പണ്ടത്തെ മിമിക്രി അങ്ങനെയല്ലോ, ഒരു മുണ്ട് എടുത്തിട്ട് പാന്റ് എടുത്തിട്ട് അങ്ങനെ ആയിരുന്നല്ലോ.
പിന്നെയാണത് ക്യാരക്ടറിലേക്കൊക്കെ നമ്മൾ ഡ്രസ് ചെയ്ത് ക്യാരക്ടറൊക്കെ ആയി മാറിയിട്ട് ചെയ്യുന്നതൊക്കെ തോന്നുന്നത്. അന്നുള്ളൊരു ക്യാരക്ടറാണ് കണാരൻ. ഓക്കെ, അപ്പൊ എന്തായാലും എത്ര തള്ളിയാലും നമ്മുടെ സ്വന്തമാണ് കണാരേട്ടൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു പാട്ടിലേക്ക് പോവാണ്. പാട്ടിന് ശേഷം ചേട്ടന്റെ കൂടുതൽ സിനിമാ വിശേഷങ്ങളിലേക്ക് നമ്മൾ പോകുന്നുണ്ട് കേട്ടോ. SK ഹോട്ട്സ്പോട്ട് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത് സർഗക്ഷേത്ര 89.6 FM-ലൂടെ. 89.6 FM സർഗക്ഷേത്ര. SK ഹോട്ട്സ്പോട്ട്. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട്. ഇന്ന് നമ്മളെ കുടുകുടാ ചിരിപ്പിക്കാൻ നമ്മുടെ സ്വന്തം ഹരീഷ് ചേട്ടനാണ് കൂടെ എത്തിയിട്ടുള്ളത്. ജാലിയൻ കണാരൻ. കുറച്ചു മുമ്പ് ജാലിയൻ കണാരന്റെ കുറേയധികം വിശേഷങ്ങൾ നമ്മൾ കേട്ടായിരുന്നു. ഡൽഹിയിൽ പോകുന്നു, ഓസ്ട്രേലിയയിൽ പോകുന്നു, കേരളയിൽ ഇടപെടുന്നു, അങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ പറഞ്ഞ് സന്തോഷിച്ചൊക്കെ തിരിച്ചെത്തിയിരിക്കുകയാണ്. ചേട്ടന്റെ കൂടുതൽ എല്ലാ ക്യാരക്ടേഴ്സിലും ഒരു കോമഡിയുടെ എലമെന്റ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ മമ്മൂക്ക ഏറ്റവും അടുത്ത് അഭിനയിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ഒരു മൂവിയാണ് കളങ്കാവൽ മമ്മൂക്കയുടെ. ഈ മൂവിയിൽ നമ്മുടെ മമ്മൂക്ക ഒരു വില്ലൻ ക്യാരക്ടറാണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ചേട്ടന് കോമഡിയിൽ നിന്ന് വേറെ ഏതെങ്കിലും ഒരു ജോൺറയിലേക്ക്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്വഭാവത്തിലേക്ക് മാറണം എന്ന് താല്പര്യമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. വില്ലൻ ക്യാരക്ടറല്ല, കുറച്ചൊരു സീരിയസ് ഒരു പരിപാടി ചെയ്യണമെന്നുണ്ട്. അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഇതുവരെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോ നമ്മള് വേറൊരു കണാരനായിരിക്കും. പിന്നെ കണാരനൊന്നും ആയിരിക്കില്ല അല്ലെ, പിന്നെ ഫുൾ തീ ആയിരിക്കും. എനിക്ക് തോന്നുന്നു കുറേ അധികം സിനിമയിലെ കുറേ ആളുകൾ ഇതുപോലെ കോമഡി ആണെങ്കിലും റൊമാൻറ്റിക് ആണെങ്കിലും അങ്ങനെ ഒരു പെട്ടെന്ന് നമ്മൾ സർപ്രൈസ് ചെയ്യുന്ന രീതിയിലൊരു വില്ലനോ അല്ലെങ്കിൽ വില്ലൻ കഥാപാത്രം ചെയ്ത ഒരാൾക്ക് കോമഡിയോ കിട്ടുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മൾ നോട്ടീസ് ചെയ്യും ആ ഒരു കാര്യം അല്ലേ? അതെ, അപ്പൊ അതുപോലെ നോട്ടീസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു അടിപൊളി ക്യാരക്ടർ ഏറ്റെടുത്ത് തന്നെ ചേട്ടന് വരട്ടെ എന്ന് ആശംസിക്കുകയാണ് കേട്ടോ. സോ ഈ സമയത്ത് എനിക്ക് മറ്റൊരു കാര്യം കൂടി അറിയാനുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ഒരു വലിയ യാത്രയിൽ സപ്പോർട്ട് എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് കുടുംബത്തിൻ്റെ സ്നേഹം, സപ്പോർട്ട്, അവരോടൊപ്പം സമയം ചെലവഴിക്കാനൊക്കെ പറ്റുന്നത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് മാത്രമേ നമുക്ക് ചിലപ്പോൾ അവരുടെ അടുത്തേക്ക് ചെല്ലാൻ പറ്റുള്ളൂ. പക്ഷേ ആ ഒരു സമയങ്ങളിലൊക്കെ കുറച്ചധികം ഫൈറ്റ് ചെയ്യേണ്ടി വരും ടൈമിനോടും, അതുപോലെ തന്നെ കുറച്ചധികം സ്വപ്നങ്ങളോടൊക്കെ നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഫാമിലിയുടെ സപ്പോർട്ടിനെ പറ്റി ഒന്ന് പറയാമോ ചേട്ടാ? ഫാമിലി പിന്നെ ഭയങ്കര സപ്പോർട്ടാണ്. അപ്പോൾ അതുപോലെ ഞാൻ പിന്നെ ഭയങ്കര ഓടുന്ന സമയത്ത് മോൻ ചെറുതായിരുന്നു. അപ്പൊ ഞാൻ അധികം ലൊക്കേഷനിൽ ഇവരെ കൊണ്ടുപോകും. കാരണം ഇവരെ ഞാൻ അവിടെ കൊണ്ടുപോയി നിർത്തല. കാരണം ഒരു ദിവസമോ 2 ദിവസം ഗ്യാപ്പ് കിട്ടിയാൽ വീട്ടില് വരാൻ പറ്റുള്ളൂ. അപ്പം കാരണം ഇവര് സ്കൂളിൽ പോകാൻ തുടങ്ങിയാണ് പിന്നെ അങ്ങനെയുള്ള വരവും പരിപാടിയൊക്കെ നിന്നത്. മറ്റേ അതുകൊണ്ട് പിന്നെ കാരണം മോനെ മിസ് ചെയ്യും. 5 വർഷത്തിന് ശേഷം വന്ന മോനാണ്. അപ്പം ഭയങ്കര ഇതായിരുന്നു. മോൻ വന്നേരാണ് എല്ലാ ഭാഗ്യം വന്നത്. അപ്പം കാരണം പിന്നെ മോൻ 6 മാസമായ സമയത്താണ് ഫസ്റ്റ് സിനിമ ഉത്സാഹ കമ്മിറ്റി റിലീസ് ചെയ്തത്. അങ്ങനെ ഒരുപാട് സൗഭാഗ്യങ്ങൾ. ലക്കി സ്റ്റാർ ആണല്ലേ നമ്മുടെ മോൻ? ഓക്കെ. അപ്പൊ ലക്കി സ്റ്റാറിനെ നമുക്ക് കൂടുതൽ പരിചയപ്പെടാം. അതുപോലെ ചേട്ടന്റെ ഫാമിലിയിലേക്ക് നോക്കുകയാണെങ്കിൽ ചേട്ടന്റെ പാർട്ട്ണർ ഏകദേശം 10 വർഷത്തെ പ്രണയത്തിന് ശേഷം ലൈഫ് പാർട്ട്ണർ ആയിട്ട് വന്ന ചേച്ചിയാണ്. സോ ഫാമിലിയിലെ ഓരോരുത്തരെയും നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? ഓക്കെ, ചേച്ചിയുടെ പേരെന്താണ്? പേര് സന്ധ്യ. ഓക്കെ. അതുപോലെ ചേച്ചി ഇപ്പൊ വർക്ക് ചെയ്യാണോ? ഇല്ല, അവള് വീട്ടിലുണ്ട്. ഓക്കെ. വീട്ടിലാണ്. ഇവിടെ ഒരു 10-15 വർഷം സംഗീതം പഠിച്ചാണ്. ചെമ്പൈ സംഗീതോത്സവത്തിൽ ഒരു 12-13 വർഷം പാടുന്നുണ്ട്. നൈസ്, കൊള്ളാം. പിന്നെ മക്കളെ പറ്റി? മോൻ ധ്യാൻ ഹരി. ഓക്കെ, നൈസ്. ഓക്കെ, ധ്യാൻ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? മോൻ 6ാം ക്ലാസ്സില്. ഓക്കെ. മോള് ധ്വനി 2ാം ക്ലാസ്സിൽ. ഓക്കെ, അപ്പോൾ ഇന്ന് എന്തായാലും അവരുടെ കുറച്ചധികം സമയം ഞാൻ എടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. പക്ഷെ നമുക്ക് വേഗം ഒരു പാട്ടിലേക്ക് പോയിട്ട് തിരിച്ചു വരാം കേട്ടോ. 89.6 FM സർഗക്ഷേത്ര. SK ഹോട്ട്സ്പോട്ട്. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട്. ഇന്ന് നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം കണാരൻ ചേട്ടനാണ്, ഹരീഷ് കണാരൻ. ചേട്ടാ, കുറച്ച് മുൻപ് നമ്മൾ ഫാമിലിയെ പരിചയപ്പെട്ടായിരുന്നു. അപ്പോൾ സിനിമയും കോമഡി സ്കിറ്റുകൾ ഇത് തന്നെയാണ് ചേട്ടൻ്റെ നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ള ഒരു വേർഷൻ. ഇതല്ലാത്തൊരു ഹരീഷ് കണാരൻ ആരാണ് എന്നറിയാനൊരു താല്പര്യമുണ്ട്. ലൈക്ക് യാത്രകളെ സ്നേഹിക്കുന്ന ആളാണോ, അല്ലെങ്കിൽ ബുക്സ്, അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ഹോബീസ് ഉണ്ടോ? അങ്ങനെ ഹോബീസ് ആയിട്ടൊന്നുമില്ല. അങ്ങനെ പിന്നെ വായനൊന്നുമില്ല. അതെ, ഒഴിവ് സമയങ്ങളിൽ എന്ത് ചെയ്യാറുണ്ട്? മറ്റേ നമ്മുടെ
ഞാൻ പെട്ടെന്ന് നമ്മുടെ പുലിവാൽ കല്യാണം സിനിമയില് സലീം കുമാറായിട്ട് ചോദിക്കുമല്ലോ ഒഴിവ് സമയങ്ങളിൽ എന്ത് ചെയ്യും, അപ്പോ കല്യാണ പെണ്ണ് പറയുമ്പോൾ ഒഴിവ് സമയങ്ങൾ കിട്ടാറില്ല. ഓ ഓ ഓ ഓ ഓക്കെ. അപ്പൊ എന്തായാലും ഒഴിവ് സമയങ്ങളിൽ മിക്കവാറും സിനിമകൾ തന്നെയാണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് അല്ലേ? അധികം ഒഴിവുള്ള സ്ഥലത്ത് വീട്ടിന് പുറത്തു പോയാൽ പരിപാടികളൊന്നുമില്ല, വീട്ടിലാണ് എല്ലാവരും. പിന്നെ സിനിമ കാണും, സിനിമയ്ക്ക് പോകും. അങ്ങനെ ലേറ്റസ്റ്റ് ആയിട്ട് കണ്ട സിനിമ ഏതാണ് തിയേറ്ററിൽ പോയി? തിയേറ്ററിൽ ഞാൻ പിന്നെ തുടരും കണ്ടു. പിന്നെ ലാലയുടെ പുതിയ പടം കണ്ടില്ല, ഹൃദയപൂർവ്വം കണ്ടിട്ടില്ല അല്ലെ? ഇപ്പൊ OTT റിലീസ് ആയിട്ടുണ്ട്. ലോക കാണാൻ പറ്റിയായിരുന്നോ? ലോക കാണാൻ പറ്റിയ പിന്നെ ഞാൻ ബുക്ക് ചെയ്തപ്പോൾ ഫ്രണ്ടിൽ ആ സീറ്റ് വന്നപ്പോൾ ഒഴിവാക്കി. ഓ ഓക്കെ. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഹോബീസ് വിശേഷങ്ങൾ അല്ലേ ചേട്ടാ? അതുപോലെ ഇപ്പോ ചേട്ടന്റെ ലൈഫിൽ വെച്ച് ചേട്ടന് ഒരിക്കലും മറക്കാനായിട്ട് പറ്റാത്ത ഒരു അപ്രിസിയേഷൻ ആരിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്? ഒരു നല്ലൊരു അപ്രിസിയേഷൻ ആരിൽ നിന്നായിരിക്കും? അത് നമ്മള് കോമഡി ഫെസ്റ്റിവൽ ചെയ്യുന്ന സമയത്ത് കാരണം നമുക്ക് കോമഡി ഫെസ്റ്റിവൽ കഴിഞ്ഞ് വീട്ടിലൊരു 1-2 മാസമായിട്ട് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പിന്നെ ഉർവശി ചേച്ചി കോളേജ് ഹരീഷ് അടിപൊളി ഇട്ടാവും ശേഷം എന്താ അവിടെ അവാർഡോ എനിക്കോ പിന്നെ TV ഒന്ന് വെക്കുന്ന പറഞ്ഞു. അപ്പൊ നോക്കുമ്പോണ്ട് സംസ്ഥാന ടെലിവിഷൻ അവാർഡുകൾ പ്രഖ്യാപിച്ചു. ഹരീഷ് കണാരൻ ബെസ്റ്റ് കൊമേഡിയൻ എന്ന് പറഞ്ഞിട്ട് അതാണ് എനിക്ക്. പിന്നെ സിദ്ദിഖ് സാറ് എല്ലാരും സംസാരിച്ച് എല്ലാരും ഭയങ്കര ഇത് അങ്ങനെ അതാണ് എനിക്ക് ഏറ്റവും ജീവിതത്തിൽ നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണല്ലോ. നമ്മൾ ആ ക്യാരക്ടർ ചെയ്തതല്ലാതെ അതിന്റെ അവാർഡ് എന്ന് പറഞ്ഞ സംഭവം കിട്ടുമെന്ന് വിചാരിച്ചില്ല. അത് ഇവരെ ഉർവശേച്ചി, സിദ്ദിഖ് സാറ്, പക്വച്ചേട്ടൻ ഇവരൊക്കെ വിളിച്ച് അഭിനന്ദിക്കുക എന്ന സംഭവം അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ലല്ലോ. അതെ. പിന്നെ നമ്മുടെ കോമഡി ഫെസ്റ്റിവലിലെ ജഡ്ജസ് കൂടിയായിരുന്നല്ലോ അല്ലെ ഇവര് എല്ലാവരും? അപ്പൊ കുറച്ചുകൂടി നമുക്ക് അറ്റാച്ച്മെന്റും തോന്നാനുള്ള കാരണം അതുകൊണ്ടായിരിക്കും. ഓക്കെ. അതുപോലെ ചേട്ടന്റെ ഫാൻസ് ഇപ്പൊ നമ്മൾ കുറച്ചു മുൻപ് രാജമ്മയുടെ സെറ്റില് ഗ്രൗണ്ട് സപ്പോർട്ടിനെ പറ്റിയൊക്കെ പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ ഇതുപോലെ ചേട്ടൻ പബ്ലിക്കിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ചേട്ടൻ ഏറ്റവും കൂടുതൽ പബ്ലിക്കിലേക്ക് ഇറങ്ങുന്ന സമയത്ത് കിട്ടുന്ന റെസ്പോൺസുകൾ എന്തൊക്കെയാണ്? ചേട്ടനോട് എന്തൊക്കെയാ അവർ ചോദിക്കാറുള്ളത് കൂടുതലും? അല്ല എല്ലാരും ഒന്ന് സെൽഫി എടുക്കുന്ന കാണാനായിട്ട് അതൊക്കെ വിശേഷം. പിന്നെ ചോദിച്ചിട്ട് അല്ല ഇപ്പൊ എല്ലാരും ചോദിക്കുക അല്ല ഇപ്പൊ പടത്തിലത് കാണില്ലല്ലോ, എന്താണ് നിങ്ങൾ പടം ചെയ്യാത്തത്, നിങ്ങളെ കാത്തിക്കാട്ടോ നിങ്ങളൊക്കെ പറയും. അപ്പം നമ്മളെ ഏറ്റവും കൂടുതൽ സയൻസ് മലപ്പുറത്തുകാരാണ്. ഇവിടെ മലപ്പുറം, കാസർഗോഡ് എന്നൊക്കെ ആൾക്കാര് ഇതിലെ പോകുമ്പോ വയനാട്ടിലേക്കൊക്കെ പോണ സമയത്ത് കണാരേട്ടന്റെ വീട് എവിടെയാന്ന് തെരഞ്ഞു വന്നിട്ട് രാത്രി 12 മണിക്കൊക്കെ ഒരു ടീം വലിയൊരു വണ്ടി വന്ന് ഞാൻ ഞെട്ടിപ്പോയി, എന്താണ് പ്രശ്നം? ഞങ്ങൾ കാസർഗോഡ് നിങ്ങളെ കാണാൻ വേണ്ടി ഇങ്ങനെ വരികയെന്ന് പറഞ്ഞപ്പോ ഞമ്മള് വയനാട്ടിൽ നിന്ന് വരികയാണ്, ഒന്ന് കണ്ടിട്ട് പോകാന്ന് വെച്ചിട്ട് അങ്ങനെ എത്രയോ ആൾക്കാർ വരും. സ്റ്റിൽ അങ്ങനെ കണാരേട്ടന് കുറച്ചധികം ഫാൻസ് ഉള്ളത് നമ്മുടെ ഹരീഷേട്ടന് സന്തോഷമുള്ളൂ എന്നറിയാം. എങ്കിലും കണാരേട്ടനോട് എന്തെങ്കിലും പറയാനുണ്ടോ പേഴ്സണലി? ഇപ്പോ രണ്ടും ഞാനായതുകൊണ്ട് മാത്രം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്നല്ലേ? ഓക്കെ. അതുപോലെ ചേട്ടാ ഇപ്പോ നമുക്കറിയാം ഈ സ്റ്റേജ് കോമഡി അതുപോലെ തന്നെ ഓൺ സ്ക്രീൻ കോമഡി ഈ രണ്ടും നല്ല ഡിഫറൻസ് ഉണ്ട് അല്ലേ? അപ്പൊ ചേട്ടന് എടുത്തു പറയാൻ അല്ലെങ്കിൽ ചേട്ടന് രണ്ട് രീതിയിലും ഗംഭീരമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ചേട്ടൻ എന്താണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നുന്ന കാര്യം? അല്ല സ്റ്റേജിൽ എന്താന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി നമുക്ക് ഒരു ഓഡിയൻസിന്റെ ഇതിലേക്ക് എത്തണമെങ്കിൽ കുറച്ചുകൂടി നമുക്ക് കുറച്ച് ലൗഡായിട്ട് കാര്യങ്ങൾ കുറച്ച് സ്പീഡായിട്ടും ചെയ്യണം പ്രോഗ്രാം. കാരണം സ്റ്റേജിൽ ടപ്പ് 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 എന്നാണ് പറഞ്ഞു പോകുമ്പോഴേ മറ്റ് ലാഗ് ചെയ്യാൻ പാടില്ല. സിനിമ നമ്മൾ അത്രയും ഇത് വേണ്ട, നമ്മൾ വളരെ ചെറിയ ക്യാമറയുടെ മുന്നിൽ വളരെ ചെറിയ എക്സ്പ്രഷനും മതി നമ്മൾ ചെയ്യാൻ. ഓക്കെ. അപ്പോ ടഫസ്റ്റ് എപ്പോഴും സ്റ്റേജ് കോമഡീസ് തന്നെയായിരിക്കും അല്ലേ? പിന്നെ നമ്മൾ അതിൽ നിന്നാണല്ലോ വന്നത്. അത് ആക്ച്വലി ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ടായിരിക്കും ചേട്ടന്റെ സിനിമാ ജീവിതത്തിലേക്ക് അല്ലേ? കാരണം നമുക്കൊരു ഡയലോഗ് പഠിക്കാനും, കാരണം നമ്മൾ കാണാറിനൊക്കെ ഒരൊറ്റ ടേക്കിൽ പോയ സാധനം. അതെ ഒറ്റ ടേക്കാണ് കാണാൻ. നല്ല ബാർബർ ഷോപ്പ് ആണെങ്കിൽ നമ്മളെ എല്ലാ സ്കിറ്റും നമ്മളിപ്പോഴും റെക്കോർഡിംഗ് അല്ല, ലൈവാണ് എവിടെ ചെന്നാലും കളിക്കുന്നത്. ഇപ്പൊ ഓസ്ട്രേലിയ എവിടെ സ്റ്റേജ് ഷോ ആണെങ്കിലും ലൈവ് പ്രോഗ്രാമാണ് ചെയ്യുന്നത്, അല്ലാതെ നമുക്ക് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് അതിന് ലിപ്പ് കൊടുക്കല്ല. ഓക്കെ. അപ്പോ ഇരട്ടി പണിയാണ്, പക്ഷെ ആളുകളിലേക്ക് എത്തിക്കണമെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് വേ അല്ലേ? അത് നമുക്ക് സ്പോട്ടിൽ എന്തെങ്കിലും സംഭവം പറയണം. അപ്പൊ അവിടെ നമുക്ക് ഇത് പറയാന്ന് പറഞ്ഞാൽ റെക്കോർഡിംഗ് ആകുമ്പോൾ നടക്കൂല. മറ്റേ നമ്മൾ സ്റ്റേജിന്റെ ബാക്കിൽ നിൽക്കണം, ഈ ഒരു സാധനം കൂടി പറഞ്ഞു നോക്ക്, അപ്പൊ ശരി ഓക്കെ അത് പറയാം. അങ്ങനെ ആണ് നമ്മൾ ഓരോ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നിർമ്മലാണെങ്കിലും ഈ ഒരു സംഭവം കൂടി നമ്മൾ അവിടെ ആഡ് ചെയ്യാം.
അത് ചെയ്യാം, അതായത് അങ്ങനെയാണ് നമ്മൾ പ്രോഗ്രാം ചെയ്തു പോകുന്നത്. അപ്പൊ ഓഡിയൻസിന്റെ അടുത്ത് ഭയങ്കര സപ്പോർട്ട് ആയിരിക്കും ആ സമയത്ത്. ഓക്കെ അടിപൊളി. എന്തായാലും എനിക്കിപ്പോഴേ കണാരേട്ടന്റെ കാര്യം പറയുമ്പോൾ എപ്പോഴും എന്റെ മനസ്സിൽ വരുന്ന ഒരു കാര്യം, ശരിക്ക് പ്രായമുള്ള ഒരാളുടെ മാനറിസംസ്, അവരെന്തൊക്കെയാ ചെയ്യുക, അവര് മുകളിലേക്ക് ആരെങ്കിലും നോക്കുന്നതോ അല്ലെങ്കിൽ അവർ ഇരിക്കുന്നതോ ഒക്കത്തിലൊരു ഒരു സ്ലോനെസ് ഉണ്ടായിരിക്കും അല്ലെ? കറക്റ്റ്, ഭയങ്കര സ്പീഡല്ലല്ലോ. അപ്പോൾ അതൊക്കെ ഏറ്റവും ആയിട്ട് തന്നെ നമുക്കത് കിട്ടാൻ, അതായത് ശരിക്ക് ഹരീഷ് ചേട്ടനെ നമുക്കതിൽ കാണാൻ പറ്റുന്നില്ല, അത് വേറെ കാര്യം. ശരിക്കും പ്രായമുള്ളൊരു കണാരൻ ചേട്ടൻ അതുപോലെ തന്നെയാണ് നമുക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്. അത് ശരിക്കും ആളുകളിലേക്ക് ആ ക്യാരക്ടർ എത്തിക്കാനും ഒരുപാട് ചേട്ടൻ നേരത്തെ പറയുകയും ചെയ്തല്ലോ, ഒരുപാട് പ്രായമായിട്ടുള്ള ഫാൻസും ചേട്ടന് അടുത്തേക്ക് വന്ന് കണാരേട്ടൻ്റെ വിശേഷങ്ങൾ ചോദിക്കാറുണ്ടെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെ ഭയങ്കര വലിയൊരു കാര്യമാണ്. നമ്മൾ എന്തായാലും ഇനി പാട്ടുകൾക്ക് ശേഷം നമ്മൾ കോഴിക്കോടിൻ്റെ കുറച്ച് വിശേഷങ്ങൾ ഹരീഷ് ചേട്ടനിൽ നിന്ന് അറിയാൻ പോവാണ്. കേട്ടുകൊണ്ടേയിരിക്കും സർഗക്ഷേത്ര 89.6 FM SK ഹോട്ട്സ്പോട്ട്. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട്. നമ്മോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട നമ്മുടെ സ്വന്തം ഹരീഷ് ചേട്ടനാണ്. ഹരീഷ് ചേട്ടാ, ഞാൻ കുറച്ചു മുൻപ് കോഴിക്കോടിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ പോവാണെന്ന് പറഞ്ഞായിരുന്നു അല്ലേ? വേറെ ഒന്നുമല്ല, ഭക്ഷണത്തെ പറ്റിയിട്ടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കോഴിക്കോടില് ചേട്ടൻ ഏറ്റവും ഇഷ്ടപ്പെട്ട കോഴിക്കോട്ടത്തെ ഫുഡ് എന്താ? കോഴിക്കോട് നമ്മൾ എപ്പോഴും ആദ്യം പറയുന്ന ബിരിയാണിയാണല്ലോ. ബിരിയാണി അടിപൊളി, നമ്മുടെ രാജമ്മയുടെ ബിരിയാണി. അല്ല, ഞാൻ ഇന്നലെ പാരഗണിന്റെ ബിരിയാണി കഴിച്ചിട്ടാണ്. ഓ അടിപൊളി. എപ്പോഴൊരു സ്ട്രെസ് വരാണെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന ആളാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ടെൻഷനൊക്കെ ആവുമ്പോ എന്ത് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ എന്ത് ആക്ടിവിറ്റി ചെയ്തിട്ടായിരിക്കും ഈ ടെൻഷനൊക്കെ ഒഴിവാക്കുക? ഭക്ഷണം കഴിക്കാറുണ്ടോ? അങ്ങനെ ഞാനങ്ങനെ ഓവർ ടെൻഷൻ കൊണ്ടെടുത്ത ഒരാളല്ല. അടിപൊളി. വെറുതെ ടെൻഷൻ അടിക്കുക. കാരണം എന്തിനാ നമ്മൾ ഒന്നും അല്ലാത്തരുന്ന് വളരെ താഴേക്കിടയിൽ നമ്മൾ ഇത്രയും ഇത് വന്ന് നമ്മൾ ചിന്തിക്കാത്ത എല്ലാ കാര്യങ്ങളും, വീട്, കാറ്, അത്യാവശ്യം ബാങ്ക് ബാലൻസ്, അത് ഇത് ഒക്കെ സ്വന്തം സമാധാനമായിട്ട് ജീവിക്കുന്നത്. അപ്പൊ ഇതിപ്പോ ഇതുവരെ അപ്പം പിന്നെ നമ്മൾ വേറെ ടെൻഷൻ അടിക്കണ്ട. വെറുതെ നമ്മൾ ഓരോരുത്തരുടെ കാര്യം ചിന്തിച്ച് മറ്റോ അങ്ങനെയാണ്, അല്ലെങ്കിൽ ഞാനും ഇങ്ങനെ മറ്റൊരു പടത്തിലൊന്നും കാണില്ല. അപ്പൊ ഞാനത് കാരണം ഇത്രയും പടം ചെയ്ത് ഓക്കെ, ഇനിയിപ്പോ നല്ലൊരു പരിപാടി എന്തെങ്കിലും വരുമ്പോൾ ചെയ്യാം. അല്ലാത്ത ഈ ചെറിയ പരിപാടികളൊക്കെ ഞാൻ പിന്നെ അങ്ങനെ ഒഴിവാക്കലുണ്ട് കുറെ. അപ്പം പിന്നെ വേണ്ട, അതിന് ആലോചിച്ച് ചിന്തിച്ച് ടെൻഷൻ അടിക്കില്ല. ഞാൻ ഫുൾ ജോളിയായിട്ട് ഇവിടെ അടിപൊളിയായിട്ട് കൂടി. അടിപൊളി. പിന്നെ ഞാനിപ്പോ എന്താ വെച്ചാൽ ഇപ്പൊ ഞങ്ങൾ രാവിലെ മോനെ ഒന്ന് സ്കൂളിൽ കൊണ്ടുവിടുന്ന, വൈകുന്നേരം താഴെ വണ്ടീൻ്റെ അവിടെ കൊണ്ടുവിടുന്നത്, മോളെ സ്കൂളിൽ കൊണ്ടാക്കുന്നത്. പിന്നെ ഇപ്പൊ മോള് പറഞ്ഞ് വെറുതെ മോള് ഒരു സ്റ്റിക്കർ എടുത്തിട്ട് എന്റെ ചെവിന്റെ മേലെ ഒട്ടിച്ച് ചെറുത് പറഞ്ഞ് അച്ഛാ നമ്മൾ കാത് കുത്തണം. അങ്ങനെ ഇന്നലെ പോയി കാത് കുത്തിച്ച് ഇപ്പൊ ചെറുത്. അമ്പോ, ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ ആണല്ലോ ഇത്. അങ്ങനെ എന്നിട്ട് അത് ഞാൻ പറഞ്ഞ ഈ വേദന ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അത് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഏറ്റവും അടുത്ത് തന്നെ നമുക്കത് സോഷ്യൽ മീഡിയയിൽ കാണാൻ പറ്റുമോ? സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവ് അല്ല. ഞാൻ എല്ലാത്തിനും കയറി അഭിപ്രായം പറഞ്ഞ് അതിനെപ്പറ്റി പറഞ്ഞ് ഇതിനെപ്പറ്റി പറഞ്ഞ് അങ്ങനെ ഒന്നുമില്ല. ആരെങ്കിലും എന്തെങ്കിലും പറയട്ടെ, നമ്മള് അതിലൊന്നും ഇടപെടേണ്ട ആവശ്യമില്ല. നമ്മളെ ജീവിതമായിട്ട് മുന്നോട്ട് പോയാൽ മതിയല്ലോ. നമ്മൾ വെറുതെ ഓരോരുത്തരുടെ കാര്യത്തിൽ കയറി ചൊറിഞ്ഞ് അതിന് വർത്താനം പറഞ്ഞ് അതിന് മറുപടി അങ്ങോട്ട് പറഞ്ഞ് ഇങ്ങോട്ട് പറഞ്ഞ് എന്തിനാ അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു കാര്യമില്ല. അതെ, വെറുതെ നമ്മുടെ സമാധാനം എന്തിനാ കളയണല്ലേ? പിന്നെ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിലർ ഇടപെടും. ഒരു കാര്യമില്ലാതെ അതിൽ ഇടപെടേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല. അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. പോട്ടെ, എന്തായാലും പ്രശ്നങ്ങളൊക്കെ പോട്ടെ അല്ലെ, എല്ലാവരുടെയും പ്രശ്നങ്ങളൊക്കെ മാറട്ടെ. എന്തായാലും കോഴിക്കോടത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബിരിയാണിയാണെന്ന് നേരത്തെ പറഞ്ഞായിരുന്നു. പക്ഷെ ഇനി എനിക്ക് അറിയാനുള്ളത്, കോഴിക്കോട്ടേക്ക് ചേട്ടന്റെ കുറച്ച് ഫ്രണ്ട്സ് വരാണ്, അപ്പോ അവരെ കൊണ്ടുപോകുന്ന ഒരു സ്ഥലം ഏതായിരിക്കും? ഈ സ്ഥലത്തേക്കാണ് ആദ്യം കൊണ്ടുപോവുക, അത് ഏതായിരിക്കും? ആര് വന്നാലും ഞാൻ ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ വീട്ടിൽ നിന്നാണ് കൊടുക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം സുരാജേട്ടൻ, കോട്ടയം നസീർക്ക, സുരാജേട്ടന്റെ ഫാമിലി എല്ലാരും വന്ന് ഇവിടെ വീട്ടിൽ നിന്നാണ് ആര് വന്നാലും ഫുഡ്. കാരണം നമ്മളെ ഒരു ടേസ്റ്റും നമ്മളൊരു സ്ഥലത്ത് നിന്ന് ഓർഡർ ചെയ്തിട്ട് ഇവർക്ക് കൊടുത്ത് അത് ഒരു ക്യാമറ അപ്പം വേണമെങ്കിൽ പോയി കഴിക്കാലോ. നമ്മളെ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കുന്ന ഫുഡ് കഴിക്കാനാണല്ലോ ഒരു വരുന്നത്, നമ്മൾ ക്ഷണിക്കുന്നതും. അത് നമ്മൾ ആര് സിദ്ദിഖ വന്നിട്ടുണ്ട്, ടൊവിനോ വന്നിട്ടുണ്ട്, ജയസൂര്യ ജയേട്ടൻ ജയസൂര്യ വന്നിട്ടുണ്ട്, എല്ലാരും. അപ്പൊ ഇവർക്കൊക്കെ നമ്മൾ ഉണ്ടാക്കി
ഉണ്ടാക്കി കൊടുക്കുക എല്ലാം അവർക്ക് ഇഷ്ടമുള്ള എല്ലാ സുരാജേറിന്റെ മുരിങ്ങിറച്ചി അറിയോ അറിയില്ല. മുരിങ്ങിറച്ചി നമ്മളെ കല്ലുമ്മക്കായന്റെ വേറൊരു ഫ്ലേവറുള്ള ഇപ്പം കല്ലുമ്മക്കായനെക്കാട്ടും ഗംഭീര ഫ്ലേവറുള്ള സാധനമാണ്. എറണാകുളത്തൊക്കെ മുരിങ്ങിറച്ചി എന്നാ പറയാന്നുണ്ട്. മുരിങ്ങിറച്ചി നമ്മളിവിടെ പറയാം. ഭയങ്കര സുരാജേറിന് ഇതിന്റെ മുന്നേ ഞാൻ ലൊക്കേഷനിൽ വൈഫ് വരുമ്പോൾ ലൊക്കേഷനിലേക്ക് കൊണ്ടുവന്നിട്ട് സുരാജേറിന് കൊണ്ടു കൊടുത്തിട്ടുണ്ട്. ചാക്കോച്ചൻ അതേപോലെ ഫുഡ് മെഹൂമുസിന്റെ സെറ്റിൽ സുരേഷേറിന് മട്ടൻ കറി ഒക്കെ ഉണ്ടായി കൊണ്ടു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ലൊക്കേഷനിൽ ഞാൻ അത്യാവശ്യം കുക്ക് ചെയ്യും. സുരേഷേറിന് പിന്നെ ചെമ്മീൻ കറി, കരിമീൻ പൊരിച്ചത് ഒക്കെ ഉണ്ടായി കൊടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ പിന്നെ നമ്മളെ ഏത് ലൊക്കേഷനിൽ ഇടയ്ക്ക് സുരാജേറിന് ഞാനുള്ള ലൊക്കേഷനിൽ എന്തായാലും ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കലുണ്ട്. ഉച്ചയ്ക്കുള്ള ഫുഡ് ഞങ്ങൾ ബീഫോ മട്ടനോ ഒക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ ബുക്ക് ചെയ്യും. സുരാജേറിന് നല്ലോണം കുക്ക് ചെയ്യും. ഞാൻ സുരാജേറിന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. സുരാജേറിന്റെ അച്ഛൻ ഗംഭീരമായിട്ട് ഫുഡ് ഉണ്ടാക്കും. നല്ല മട്ടൻ കറിയൊക്കെ ഉണ്ടാക്കും. അപ്പൊ കഴിഞ്ഞ ദിവസം സുരാജേട്ടൻ നസീർക്കൊക്കെ വന്നു. സുരാജേട്ടൻ ഏതോ ഒരു 4 കൊല്ലം 5 കൊല്ലം മുന്നേ ഇവളുണ്ടാക്കി മുരിങ്ങറച്ചി കഴിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു ടേസ്റ്റ് എനിക്ക് ഇപ്പോഴും വായലുണ്ട്. അത് ഉണ്ടാക്കി വെക്കാൻ ഇട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. സിദ്ദിഖൊക്കെ വന്നിട്ട് സിദ്ദിഖ ഒരു ഇന്റർവ്യൂല് പറഞ്ഞ ഹരീഷ് കണാറിന്റെ വീട്ടിൽ പോയിട്ട് മാമുക്കോയം ഒഴിച്ച് ബാക്കിയൊക്കെ കറി വെച്ചിട്ടുണ്ടായിരുന്നു. അമ്പോ, അത് പൊളിച്ചല്ലോ. നല്ലൊരു അടിപൊളി ആൻസർ ആണ് കേട്ടോ അത്. പിന്നെ ചേട്ടൻ അടിപൊളി കുക്കാണെന്നതേ കുറച്ച് മുൻപ് സമ്മതിച്ചിട്ടുണ്ട് അല്ലേ? കുക്ക് എന്ന് പറഞ്ഞ ഞാൻ ഈ നോണാണ്. ബീഫ്, മട്ടൻ, ചിക്കൻ അങ്ങനെയാണ്. അങ്ങനെ ബിരിയാണി ഉണ്ടാക്കും. അങ്ങനെ വെജിറ്റേറിയൻ അല്ല. ഞാൻ ഇവിടെ ഞായറാഴ്ച നമ്മളെല്ലാരും കൂടി കിച്ചണിലല്ലാതെ പറമ്പിലാ കുക്ക് ചെയ്യുന്നത്. പറമ്പില് എല്ലാരും കൂടി ഇരുന്ന് പറമ്പിൽ അടുപ്പൊക്കെ വെച്ചിട്ട് അവിടുന്നാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. ഭക്ഷണം കഴിക്കാണ്ടാവും. ഞങ്ങൾ എല്ലാരും കൂടി ജോലിയാക്കി ഭക്ഷണം കഴിച്ച് അതൊക്കെ ഒരു രസം. അതൊക്കെ തന്നെയല്ലേ ജീവിതം. അപ്പോ എന്തായാലും ഞായറാഴ്ചകളിൽ ഇതുപോലെ ഒരു കൂടൽ എപ്പോഴും ഉണ്ടായിരിക്കും. എന്തായാലും ഇനി ഒരുപാട് ഞായറാഴ്ചകളിൽ ഇതുപോലെ തന്നെ അടിപൊളി കുക്കിംഗ് ഒക്കെ നടത്തി സന്തോഷിക്കാനുള്ള മൊമെന്റ്സ് ഉണ്ടാവട്ടെ. എന്തായാലും ഇന്ന് എന്തെങ്കിലും പരിപാടികളുണ്ടോ വേറെ? ഇല്ല, ഇന്ന് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. വൈകുന്നേരം ഒന്ന് പുറത്തു പോകണമെന്ന് പറയുന്നുണ്ട്. അപ്പോ എല്ലാവരും ഫാമിലി ഉള്ള സമയമാണല്ലോ അല്ലെ? ഫാമിലിയുള്ള സമയം. ഓക്കെ ചേട്ടാ. അതുപോലെ ചേട്ടൻ ഏറ്റവും കൂടുതൽ ഓരോ സിനിമകളിലും ചേട്ടന്റെ കോഴിക്കോട് സ്ലാങ് ഉപയോഗിച്ച് സംസാരിച്ച ആളുകളെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു റോളുകളാണ് കൂടുതലും ചെയ്തിട്ടുള്ളത് അല്ലേ? അപ്പോ ഈ സ്ലാങ് ഉപയോഗിച്ച് കുറേയധികം സിനിമകൾ ചേട്ടൻ ചെയ്തിട്ടുണ്ട്. കുറേയധികം സിനിമകൾ ഹിറ്റ് ആയിട്ടുമുണ്ട്. പക്ഷെ ഇപ്പോ വ്യത്യസ്തമായിട്ടുള്ള റോളുകൾ ചെയ്യാനായിട്ട് എപ്പോഴെങ്കിലും സ്ലാങ് ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുണ്ടോ? അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണോ ഓവർകം ചെയ്യാറുള്ളത്? ഞാൻ ചെയ്തത് ഒന്ന് മാറ്റി ചെയ്തത് മറ്റേ കുട്ടൻമണാണ്, രഞ്ജിത്തേട്ടൻ ഡയറക്ട് ചെയ്തത്. കാസർഗോഡ് മമ്മൂക്കാന്റെ. അപ്പൊ അതില് അസോസിയേറ്റിന്റെ അടുത്ത് പറഞ്ഞ ഹരീഷ് ഭായി ഇതിൽ കാസർഗോഡാ പറയണ്ടത്. കാസർഗോഡോ? അയ്യോ, കാസർഗോഡ് പറയാൻ നടക്കൂല ഇട്ടതും. അപ്പൊ ഒന്ന് രഞ്ജിത്തേട്ടൻ പറയും, ഞാൻ കോഴിക്കോട് തന്നെ പറഞ്ഞോളാന്ന് പറയുന്നു. രഞ്ജിത്തേട്ടൻ മമ്മൂക്ക് വന്നപ്പോ എവിടെ പറയാന്ന് പറഞ്ഞു. അല്ലെങ്കിൽ കാസർഗോഡ് പറയില്ല. ഞാൻ പറഞ്ഞത് നമുക്ക് എന്തേ പറയാൻ പറ്റില്ല കാസർഗോഡ്. ഞാൻ പറയണ്ടല്ലോ, എനിക്ക് ഇങ്ങനെയൊക്കെ തന്നെയല്ലേ എന്ന് പറഞ്ഞു. പക്ഷെ എന്നിട്ട് ചെയ്തിട്ടോ അത് രഞ്ജിത്തേട്ടൻ എന്താ പറയാൻ പറ്റുകയെന്ന് വെച്ചപ്പോ ഞാൻ പറഞ്ഞോളാം. അങ്ങനെ അതില് ആ ഒരു ക്യാരക്ടർ ചന്ദ്രു നല്ല ക്യാരക്ടറായിരുന്നു. കുറച്ച് അങ്ങനെ ഓവർ കോമഡിയും ഇല്ല. എന്റെ അടുത്ത് നിന്നാണ് സായേട്ട മരിച്ചു പോണത്, എങ്ങിപ്പോയി ബായി എന്ന് പറയുന്നത്. അതെ. പിന്നെ നമ്മുടെ മമ്മൂക്കയുടെ കൂടെ ഫോൺ മറന്നു വെച്ചിട്ടുള്ള ഒരു സീനുണ്ടല്ലോ. പുള്ളിക്കാരൻ സ്റ്റാറാ. അതും എനിക്ക് തോന്നുന്നു കൂടുതലായിട്ടും ട്രോളുകളിൽ വരുന്ന സീനുകളാണ് ഇതൊക്കെ അല്ലേ? വരുന്ന സീനുകളാണ്. ചേട്ടൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ള ചേട്ടന്റെ ട്രോൾ എന്തായിരിക്കും? എൻജോയ് ചെയ്തിട്ടുള്ള ട്രോള് ഇപ്പൊ കൊറേ വന്നുകൊണ്ടിരിക്കുന്നത് കുഞ്ഞിരാമായണത്തിലെ അച്ചാറ് കഴിക്കുന്ന സീനുണ്ടല്ലോ. വെറുതെ ഈ മൂടുണ്ടാക്കിയിട്ട് വെള്ളടിക്കാനുള്ള മൂടുണ്ടാക്കിയിട്ട് കിട്ടാത്തുള്ള വിഷമമുണ്ടല്ലോ ഒന്നല്ലേ? വിഷമമുണ്ടല്ലോ, അത് ഇടയ്ക്കിടയ്ക്ക് വരും. അതൊരു കാരണം അന്ന് ചെയ്ത ഒരു ഇത് അത് ഞാൻ ഭയങ്കര ആസ്വദിക്കുന്നതാണ്. പിന്നെ വേറൊന്ന് വന്നിട്ടുണ്ട്. ഞാൻ 2 ബോട്ടിൽ വാങ്ങിയിട്ട് പോണ മറ്റേ മദ്യപാനം നിർത്തി ഉടനെ തന്നെ അറ്റാക്ക് വന്ന് മരിച്ചു എന്ന് പറഞ്ഞിട്ടൊരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ താഴെ ഇതറിഞ്ഞ ചങ്ക് എന്ന് പറഞ്ഞിട്ട് 2 ബോട്ടിൽ കുടിച്ചിട്ട്. അപ്പൊ ട്രോളുകളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാറുണ്ടല്ലേ?
പിന്നെ സലീമേട്ടന്റെ ആണല്ലോ ഏറ്റവും കൂടുതൽ ട്രോള് വരുന്നത്. അതെ അതെ. അങ്ങനെ ചേട്ടൻ എന്തായത് ഒരുപാട് റിലേറ്റബിൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഏതെങ്കിലും ട്രോള് ഒന്ന് ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് പറയാമോ? സലീമേട്ടന്റെ എനിക്ക് ഏറ്റവും കൂടുതൽ മണവാളൻ ട്രോളാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ പെണ്ണ് കാണൽ കഴിഞ്ഞിട്ട് നമ്മുടെ കൊച്ചിൻ അനീഫ് ചേട്ടനും അതുപോലെ തന്നെ സലീമേട്ടനും ഹോട്ടലിൽ വന്നിങ്ങനെ ഇരിക്കുന്ന സീനുണ്ട്. അതുണ്ട്. പിന്നെ മണവാള നിന്റെ അച്ഛൻ, അച്ഛനാണ്. അച്ഛനെ കാണണം പറയും. പള്ളിയിൽ അച്ഛനെ കാണിച്ചു തരുമായിരുന്നു എന്റെ പൊന്നമ്മച്ചി. അതെ. പിന്നെ മറ്റേ സീനും ഉണ്ട് കേട്ടോ, ഇതാണ് ഒരു കൈ. അങ്ങനെ അപ്പോ സലീമേട്ടന്റെ ട്രോളുകൾ ഒരുപാട് റിലേറ്റബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ടല്ലേ? പിന്നെ അതേപോലെ ഷെയ്ഖ് അബ്ദുള്ള. ഇത് അബ്ദുള്ള, ഇപ്പോഴോ ഇത് ഷെയ്ഖ് അബ്ദുള്ള. ഓക്കെ. അപ്പൊ എന്തായാലും കുറേയധികം സംസാരങ്ങൾ, കുറേയധികം തമാശകളൊക്കെ ഷെയർ ചെയ്തിട്ടുള്ള ഈ ഒരു മൊമെന്റിൽ നമ്മൾ ഒരു പാട്ടിലേക്കാണ് പോകുന്നത്. ആൻഡ് നമ്മുടെ ഹരീഷ് ഏട്ടന്റെ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ കൂടി നമുക്ക് അറിയാനുണ്ട്. പക്ഷേ പാട്ടുകൾക്ക് ശേഷം കേട്ടോ. കേട്ടുകൊണ്ടേയിരിക്കൂ SK ഹോട്ട്സ്പോട്ട്. കൂടെയുള്ളത് അന്നയും നമ്മോടൊപ്പം ഹരീഷ് കണാരനും. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. Once again, welcome back to SK Hotspot. ഇന്ന് SK Hotspotൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ സ്വന്തം ജാലിയൻ കണാരനാണ്, അല്ലെങ്കിൽ ഹരീഷ് കണാരൻ. ഹരീഷ് ഏട്ടാ, നമ്മള് കുറേ നേരമായിട്ട് ഇരുന്ന് സംസാരിക്കുന്നു. എനിക്ക് തോന്നുന്നു എനിക്ക് തീരെ സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ. നല്ല അടിപൊളി ചാറ്റായിരുന്നു. താങ്ക് യു. ഓക്കെ. അപ്പൊ എന്തായാലും ഇനി എനിക്ക് ചോദിക്കാനുള്ളത് ചേട്ടന്റെ അപ്കമിങ് മൂവീസിനെ പറ്റിയിട്ടാണ്. ഇപ്പം ഞാൻ പിന്നെ ശ്രീനാഥ് ബാസി ഞാനും കൂടി ഒരു മറ്റേ എന്നാ നമുക്ക് കോടതി കാണാന്ന് പറഞ്ഞ പടത്തില് അതിന്റെ കോമഡി എന്താന്ന് വെച്ചാല് ഞാൻ ജഡ്ജാ. ഓ ഓക്കെ. അപ്പൊ ഞാൻ ജഡ്ജിന്റെ മേക്കപ്പ് ഇട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോ ഇപ്പുറത്തും രഞ്ജി പണിക്കർ സാറും ഉണ്ട്, പിന്നെ ലാലിച്ചായനും ഉണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ നോക്കി ചിരിക്കുക. അപ്പൊ ഇവര് എന്താ അല്ല ഞാൻ SLC പോയിട്ട് ഞാൻ ജഡ്ജായതാണ് ചിരിച്ചത്. എന്നിട്ട് ഇവര് രണ്ടാളും കോടതിയിൽ വന്നിട്ട് എന്നെ തൊഴണം. എന്റെ പൊന്നെ. അപ്പൊ അടിപൊളി കോമഡി അവിടെ തന്നെ സംഭവിച്ചു കഴിഞ്ഞല്ലേ? ഓക്കെ. അപ്പൊ സിനിമയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണോ? ഇല്ല, അത് ഷൂട്ട് കഴിഞ്ഞ് പിന്നെ മാർത്താണ്ഡൻ സാർ പടം ഓട്ടംതുള്ളൽ എന്ന് പറഞ്ഞിട്ടൊരു പടം, അതിന്റെ അകത്ത് ഒരു ചെറിയ ഒരു ലാസ്റ്റ് സീൻ, ഒരു ഗസ്റ്റ് അപ്പിയറൻസ്. അത് പിന്നെ ഞാനൊരു പടം ചെയ്തിട്ടുണ്ട്, അത് ഇറങ്ങുമെന്നുള്ള അറിഞ്ഞതാണ്. കാരണം എന്താന്ന് വെച്ചാല് അത് നല്ല പ്രൊഡ്യൂസർ ചെയ്യുന്ന ഒക്കെയാണ്. പ്രൊഡ്യൂസർ എടുത്ത് നല്ല പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസർ എടുത്ത് വന്ന ഫാൾട്ട് കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ചെറിയൊരു കേസ് പെട്ടിട്ട്. അത് നമ്മള് ഇപ്പൊ അവര് ജെമിനിയാണ് ചെയ്തത് പടം. ജോൺ കുടിയാമന എന്ന് പറഞ്ഞിട്ട് പ്രൊഡ്യൂസറാണ്. അപ്പൊ അയാൾ ആദ്യം ചെയ്ത പടമാണ് ഉല്ലാസപൂത്രികൾ എന്നാണ് പടത്തിന്റെ പേര്. നമ്മൾ പ്രിവ്യൂ ഒക്കെ വെച്ച് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി പടം. എല്ലാവരും കണ്ട നമ്മളെ ഫ്രണ്ട്സും നിർമ്മല ഉൾപ്പെടെ എല്ലാവരും കണ്ട് എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഞാൻ നായകനാണ്. എന്റെ അമ്മോ, എനിക്ക് തോന്നുന്നു നമ്മുടെ ഹരീഷ് ഏട്ടന്റെ ആദ്യത്തെ നായകനായിട്ട് വരുന്ന ആദ്യത്തെ മൂവി ആയിരിക്കില്ലേ? ആദ്യത്തെ മൂവിയാ. അപ്പം അതില് പിന്നെ ഞാനാണ് സെൻട്രൽ ക്യാരക്ടർ. പിന്നെ ജോജു ഉണ്ട്, അജു വർഗീസ് ഉണ്ട്, സലീമേട്ടുണ്ട്, ധർമ്മജൻ ഉണ്ട്, ജാഫർ ഇടുക്കി ഉണ്ട്, നിർമ്മല ഉണ്ട്. അങ്ങനെ എന്റെ അമ്മേ, അടിപൊളി. നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ഒരു കാര്യം കൂടിയാണത്. പ്രൊഡ്യൂസർ അതിന് ശേഷം പുഷ്പക വിമാനം എന്ന് പറഞ്ഞ പടം ചെയ്തിട്ട് അപ്പൊ ആ സ്ഥലത്ത് നിന്ന് ഫിനാൻസ് എടുത്തിട്ട് ആ പടം അങ്ങനെ ഒരു സക്സസ് അല്ലാത്തതുകൊണ്ട് ആ ഫിനാൻസ് തിരിച്ചടയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് അവര് കേസ് കൊടുത്തിട്ട് കേസിൽ പെട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ ഇപ്പം കഴിഞ്ഞ ദിവസം ജെമിനി ആണ് അത് ഫണ്ട് ചെയ്തത്. അപ്പൊ ജെമിനി വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ് നമ്മൾ പഴയ ജെമിനി മദ്രാസ് ചെന്നൈ, അപ്പൊ അവര് വിളിച്ചത് പറഞ്ഞ് നമ്മൾ റിലീസ് ചെയ്യുന്നുണ്ട് ഹരീഷെ, നമ്മളിപ്പോ സാമ്രാജ്യം റിലീസ് ചെയ്യുന്നുണ്ട്. സാമ്രാജ്യം രണ്ടാമത് റിലീസ് ചെയ്യുന്നു നമുക്കാണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളത് അനൗൺസ് ചെയ്യുന്നു പറഞ്ഞു. ഓ, അപ്പൊ ഉല്ലാസപൂത്തിരികൾ അല്ലേ മൂവിയുടെ പേര്? ഉല്ലാസപൂത്തിരികൾ. അടിപൊളി. അപ്പൊ പെട്ടെന്ന് ഓർമ്മ വരുന്നത് എല്ലാവർക്കും പാട്ട് തന്നെയായിരിക്കും, ഉല്ലാസപൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ. അപ്പൊ അതൊരു ഫൺ പടം തന്നെ ആയിരിക്കോ? ഫൺ പടം എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു വടക്ക് നോക്കിയന്ത്രം പോലത്തെ ഒരു പരിപാടിയാണ്. ആഹാ, കൊള്ളാം. തളത്തിൽ ദിനേശനൊക്കെ കാണാൻ പറ്റുമോ? അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. കാരണം അങ്ങനത്തെ ഹ്യൂമർ അല്ല ഞാൻ ഇതുവരെ ചെയ്ത വ്യത്യസ്തമായ ഒരു പരിപാടിയാണ്. ഓ, കൊള്ളാം. അപ്പൊ എന്തായാലും നായകനായിട്ട് വരാൻ പോകുന്ന ആദ്യത്തെ സിനിമയാണ്. നമ്മളെല്ലാവരും ഒരുപാട് ആശംസകൾ അറിയിക്കാൻ കേട്ടോ. ഇപ്പൊ തന്നെ ഗംഭീരാവട്ടെ, അടിപൊളിയാവട്ടെ കേട്ടോ.
ഓക്കെ ചേട്ടാ. ആൻഡ് ഫൈനലി ചേട്ടന്റെ ഇപ്പൊ നമ്മുടെ റേഡിയോ കേൾക്കുന്നവർക്ക് എല്ലാവർക്കും വേണ്ടി ചേട്ടന്റെ ഒരു റേഡിയോ അനുഭവം ഒന്ന് പറയാവോ? അതായത് റേഡിയോ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു അനുഭവം. റേഡിയോ ഞാൻ ഫുൾ നമ്മള് കാരണം ഞാൻ ചെറുപ്പം മുതല് നമ്മള് ആകാശവാണി മുതൽ കേൾക്കാൻ തുടങ്ങിയാണ്. അന്ന് റേഡിയോ ആണുള്ള കാര്യമായിട്ട് അച്ഛൻ ഇതിന്റെ ഒരാളായിരുന്നു. എപ്പോഴും ഞാനും അമ്മ ഉള്ള സമയത്ത്, അമ്മ ഞാൻ 2ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് മരിച്ചുപോയി. അപ്പം എപ്പോഴും നമ്മള് എപ്പോഴും ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് പറഞ്ഞിട്ട് രാവിലെ തുടങ്ങിയല്ലോ. അപ്പം അത് മുതൽ ഇപ്പൊ ഞാൻ എപ്പോഴും ഞാൻ കാറിൽ എപ്പോ പോകുമ്പോൾ പാട്ട് കേട്ടുകൊണ്ടാണ് പോകുന്നത്, യാത്ര ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ റേഡിയോയുടെ ഒരു അറ്റാച്ച്മെന്റ് ചെറുപ്പം മുതലേ ഉണ്ട്? ചെറുപ്പം മുതലേ ഉണ്ട്. അമ്മ കേട്ട പാട്ടുകളാണ് ഈറമേഘം പൂവും കൊണ്ട്, അങ്ങനത്തെ കുറെ വന്ദനത്തിലെ പാട്ടുകള്. പിന്നെ ചാക്കോച്ചന്റെ ഇപ്പൊ 2ാമത് ദേവദൂതർ പാടി 2ാമത് ഹിറ്റായി. അന്നൊക്കെ അത് നമ്മൾ അന്ന് അത്രയും പ്രാവശ്യം കേട്ടുകൊണ്ടിരുന്ന പാട്ടാണ്. പഞ്ചാഗ്നി, അങ്ങനെ കുറെ പടങ്ങള്. ഓക്കെ. അപ്പൊ ശരിക്കും ഒരു നൊസ്റ്റാൾജിയാണ് എപ്പോഴും മനസ്സിൽ വരുന്നത് അല്ലെ റേഡിയോ എന്ന് പറയുമ്പോൾ? തീർച്ചയായിട്ടും. പിന്നെ റേഡിയോ എന്ന് പറയുമ്പോൾ അടിപൊളിയാണ്. ഡ്രൈവ് ചെയ്യുമ്പോൾ ഫ്രീ ആണ്. അതെ, ഡ്രൈവ് ചെയ്യുന്നവരും ഇപ്പൊ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ അവരുടെയൊക്കെ ഓർമ്മകളിലേക്ക് നമുക്കൊരു പാട്ടും കൂടിയും ചേർത്ത് പതുക്കെ ടാറ്റാ ബൈ ബൈ പറയാം അല്ലേ? ഓക്കെ ചേട്ടാ. അപ്പൊ ഒരുപാട് സന്തോഷം. നമ്മുടെ സർഗക്ഷേത്ര 89.6 FM ലിസണേഴ്സിനോട് അവസാനമായിട്ട് എന്താണ് പറയാനുള്ളത്? അപ്പം എല്ലാരും FM കേൾക്കുക, എൻജോയ് ചെയ്യുക, ഡ്രൈവ് ചെയ്യുക, അടിപൊളിയാക്കുക. അതാണ് കണാരേട്ടന്റെ വക ഒരു ടാറ്റാ ബൈ ബൈ അല്ലേ? ഓക്കെ ചേട്ടാ. അപ്പൊ ഒരുപാട് സന്തോഷം. ഇനിയും കല്ലക്കൻ പരിപാടികൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. കേട്ടുകൊണ്ടേയിരിക്കൂ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.